നമസ്കാരം. അന്തരിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജിയെ രാഷ്ട്രപതി ഭവനിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞുവെന്ന് RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞ വാക്കുകളാണിത്. RSS ഖർവാപ്പസി നടപ്പാക്കിയില്ലായിരുന്നുവെങ്കിൽ ആദിവാസികളിൽ 30% ക്രൈസ്തവരാവുക മാത്രമല്ല ദേശദ്രോഹികളായേനെ എന്ന് പ്രണബ് കുമാർ മുഖർജി പറഞ്ഞുവെന്നാണ് ഭാഗവതിന്റെ അവകാശവാദം. പ്രണബ് മുഖർജി ജീവിച്ചിരുന്നപ്പോൾ പറയാത്ത കാര്യം ഇപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ ആരോപിച്ച് ക്രൈസ്തവരെ ദേശദ്രോഹികളാക്കുകയാണ് RSS ചെയ്യുന്നതെന്ന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ മറുപടി നൽകുന്നു. 3 വട്ടം നിരോധിക്കപ്പെട്ട ഒരു സംഘടന ക്രൈസ്തവരെ ദേശസ്നേഹം പഠിപ്പിക്കേണ്ട എന്നും തിരിച്ചടിക്കുന്നു ഇന്ത്യയിലെ മെത്രാൻ സമിതി. ഭാഗവതിലൂടെ പുറത്തു വന്നത് RSSന്റെ ഉള്ളിരിപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നടത്തുന്ന ക്രൈസ്തവ സ്നേഹം കാപട്യമാണ്. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി കോൺഗ്രസ് വക്താവ് ഡോക്ടർ ജിൻഡോ ജോൺ, CPM വക്താവ് ജേക്സി തോമസ്, ക്രിസ്ത്യൻ കൗൺസിൽ പ്രതിനിധി കെന്നഡി കരിമ്പങ്കാല, മാധ്യമപ്രവർത്തകൻ AJ ഫിലിപ്പ് എന്നിവർ. ആദ്യം ജിൻഡോയിലേക്ക്. ജിൻഡോ, പ്രണബ് കുമാർ മുഖർജി 2018 RSS ആസ്ഥാനത്ത് ചെന്ന് പ്രസംഗിച്ചയാളാണ്. ആ ഒരു ജസ്റ്ററിലൂടെ അദ്ദേഹം RSSനോട് കോൺഗ്രസിലെ നേതാക്കൾക്കില്ലാത്ത അല്ലെങ്കിൽ കോൺഗ്രസിനില്ലാത്ത ഒരു ആഭിമുഖ്യമുണ്ട് എന്ന് രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ആ ഒരു സന്ദർശനത്തിലൂടെ തെളിയിച്ച ഒരാളാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഭാഗവത് ഇങ്ങനെ പറയുന്നത്. പ്രണബ് കുമാർ മുഖർജി പറഞ്ഞതിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുണ്ടോ? പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞതായി കോൺഗ്രസ് കരുതുന്നുണ്ടോ? അജിംസെ, പ്രണബ് കുമാർ മുഖർജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നില്ല. അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ആശയധാരയല്ല, അത് വിശ്വസിക്കുന്നു, അതിന് അംഗീകരിക്കാനും സാധിക്കില്ല. പിന്നെ അതിനപ്പുറത്ത് അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. കാരണം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം കുറേ കാലത്തിന് ശേഷം RSSൻ്റെ ചീഫ് വന്ന് ഇത്തരത്തിലൊരു അഭിപ്രായം പറയുമ്പോൾ മുൻകാലങ്ങളിലും ഇത്തരത്തിലുള്ള പല നിലപാടുകൾ അവരെടുത്തിട്ടുണ്ട്. RSSനെ ആദ്യമായിട്ട് ഈ രാജ്യത്ത് നിരോധിച്ച വല്ലഭായ് പട്ടേലിനെ അവരുടെ ആളാക്കി എടുക്കുകയാണ് അല്ലേ. സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് നിരന്തരം ഇവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ആദ്യമായിട്ട് ഗാന്ധിവധത്തിൻ്റെ പേരിൽ ഇവരെ നിരോധിച്ച അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ RSS ഇപ്പോൾ അവരങ്ങ് എടുക്കുകയാണ്. അതുപോലെ പലരെയും നെഹ്റുവിനെ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് നെഹ്റുവിനെ എടുക്കാതെ ബാക്കി വെച്ചിരിക്കുന്നു. ബാക്കി മുഴുവൻ ആളുകളെയും, പറ്റുന്ന ആളുകളെയൊക്കെ ഒരു 10-50 വർഷം കഴിയുമ്പോൾ എടുക്കാൻ വേണ്ടി RSS കാത്തു നിൽക്കുക. കാരണം ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നല്ലതൊന്നും സംഭാവന ചെയ്തതായിട്ട് RSSൻ്റെ ഒരു നേതാക്കന്മാരുമില്ല. രാജ്യത്ത് ഭിന്നിപ്പും വിഘടനവാദവും അല്ലാതെ നന്മയൊന്നും സംഭാവന ചെയ്യാനില്ലാത്ത ആളുകളായതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലോ പ്രത്യയശാസ്ത്രങ്ങളിലോ വിശ്വസിച്ചുകൊണ്ട് രാജ്യത്തിന് നന്മ ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളെ അവരുടെ മരണശേഷമൊക്കെ അവരെ ഏറ്റെടുക്കുന്ന നിലപാടാണ് RSS എടുക്കുന്നത്. ഇനി അതിനപ്പുറത്ത് ഇനി പ്രണബ് കുമാർ മുഖർജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നടത്തുന്ന ഗർഭാപ്പസി നല്ലതാണ് എന്ന് പറഞ്ഞു എന്നുള്ള പറയുന്നത്, അത് തർക്കത്തിന് വേണ്ടി അങ്ങനെ സമ്മതിക്കുകയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തത് കൊണ്ട് ആദിവാസി വിഭാഗങ്ങളിൽ നിന്ന് ക്രൈസ്തവരായിട്ട് മാറ്റപ്പെടുന്ന ആളുകൾ അവർ തിരിച്ച് അവരെ ഗർഭാപ്പസി നടത്തിയത് കൊണ്ട് അവരെ ദേശദ്രോഹികളാക്കാതെ സംരക്ഷിക്കാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ക്രൈസ്തവർ ദേശദ്രോഹികളാണ് എന്നുള്ള പ്രണബ് കുമാർ മുഖർജി പറഞ്ഞു എന്ന് പറയുന്ന ആ സ്റ്റാൻഡിനെ RSS പിന്തുണയ്ക്കുന്നുണ്ടോ? എങ്കിൽ രാജ്യത്തെ ക്രൈസ്തവർ ദേശദ്രോഹികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കേരളത്തിലെ കാസയും കേരളത്തിലെ PC ജോർജും കെന്നഡി കരിമ്പൻകാല അടക്കമുള്ള ക്രൈസ്തവരെന്ന് പറയുന്നവരെ അവർ നയപരിപാടികൾ അവർ നടപ്പാക്കുന്ന പദ്ധതി വെച്ച് നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സിദ്ധാന്തങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. എന്നാലും ക്രൈസ്തവർ എന്ന് പറയുന്ന അത്തരം ആളുകൾ ദേശദ്രോഹികളാണെന്ന് RSS പറയുന്നുണ്ടോ, സമ്മതിക്കുന്നുണ്ടോ? അതിനപ്പുറത്ത് BJPയുടെ ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അൽഫോൺസ് കണ്ണന്താനം അടക്കമുള്ള ആളുകളും ദേശദ്രോഹികളാണെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് RSSും BJPയും ഒക്കെ സംഘപരിവാറും തന്നെയാണ്. പ്രണബ് കുമാർ മുഖർജി പറഞ്ഞു എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞോ ഇല്ലേ എന്നുള്ളത് ഇരിക്കട്ടെ. അദ്ദേഹം അത് പറഞ്ഞപ്പോൾ RSSൻ്റെ ചീഫായിട്ടുള്ള മോഹൻ ഭാഗവത് അത് കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? രാജ്യത്തെ ക്രൈസ്തവർ മുഴുവൻ ദേശദ്രോഹികളും മോശപ്പെട്ട ആളുകളുമാണ് എന്ന് അവർ സമ്മതിക്കുന്നുണ്ടോ? ഇത് നമുക്കറിയണ്ടേ. ഒരറ്റത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ വൈൻ പങ്കിടുന്നു, അല്ലെങ്കിൽ ക്രിസ്മസിനും ഈസ്റ്ററിനും പള്ളികൾ സന്ദർശിക്കുന്നു. കേരളത്തിലെ BJP നേതാക്കന്മാരാണെങ്കിൽ തൃശ്ശൂരത്തെ മേയർക്ക് കേക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ മലയാറ്റൂർ മല കയറാൻ നോക്കുന്നു, ഇടയ്ക്ക് വെച്ച് തിരിച്ചിറങ്ങുന്നു, അരമനകൾ കയറി ഇറങ്ങി നടക്കുന്നു. അതിനപ്പുറത്ത് ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്നാണ് RSSൻ്റെ ചീഫ് പറയുന്നത്. അതിനെ തള്ളിപ്പറയാൻ കേരളത്തിലെ BJPയുടെ RSSൻ്റെ നേതാക്കന്മാർ തയ്യാറുണ്ടോ എന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ ചോദിക്കാനുള്ളത്. അതുമാത്രമല്ല, ഇത് ആദിവാസികളെ കുറിച്ചുള്ള സവിശേഷമായ പരാമർശമാണ് ജിൻഡോ. കാരണം ആദിവാസികളിലെ 30% എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ ആദിവാസികൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തിൽ ഏതെല്ലാം തരത്തിലുള്ള വിശ്വാസങ്ങൾ പുലർത്തുന്നവരുണ്ട്. അവരെ മുഴുവൻ ഒരു ബാഡ് ലൈറ്റിൽ നിർത്തുകയല്ലേ ഇത് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അജിംസായി, ഈ ആദിവാസി സംഘപരിവാറിൻ്റെ
ഐഡിയോളജിയിൽ ആദിവാസികൾക്കും ദളിതർക്കും എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അവരുടെ വർണ്ണാശ്രമ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ അവരുടെ കൺസെപ്റ്റിൽ ആദിവാസികളും ദളിതരും മനുഷ്യരായിട്ട് പോലും പരിഗണിക്കപ്പെടുന്നില്ല. കുറേ വർഷം മുമ്പ് ഈ നീഗ്രോസിനെയൊക്കെ വൈറ്റ്സ് മനുഷ്യരായിട്ട് പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ് സംഘപരിവാറിന്റെ വർണ്ണാശ്രമ ധർമ്മത്തിൽ ആദിവാസികളും ദളിതരും ഒക്കെ ആ കൺസെപ്റ്റിന് പുറത്താണ്. ആ ആദിവാസികളെ അവർ എപ്പോഴും ഇവർ അർബൻ നക്സലുകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ സമരം ചെയ്യുന്ന ആദിവാസികൾ മോശപ്പെട്ടവരാണ്, ദേശദ്രോഹികളാണെന്ന് പറയും. അവർ ഏത് മതത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, ഏത് വിശ്വാസത്തിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, അവർ മതപരിവർത്തനമാണുള്ള ഇവരുടെ വിഷയം. ആളുകളുടെ മതപരിവർത്തനത്തെക്കാൾ അപ്പുറം മനപരിവർത്തനത്തിനുള്ള കാരണം എന്താണെന്ന് ഇവർ മനസ്സിലാക്കണ്ടേ? ആദിവാസികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ടോ? അവർക്ക് ആരോഗ്യ സംരക്ഷണം കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? അവർ ഏത് വിധത്തിലാണ്, ഏത് വിഷയത്തിന്റെ പേരിലാണ്, ഏത് കാരണം കൊണ്ടാണ് മതപരിവർത്തനത്തിലേക്ക് പോകുന്നത് എന്ന് പഠിക്കാനായിട്ട് സംഘപരിവാറിന് സാധിക്കുന്നുണ്ടോ? ഇവരിനി ഘർവാപ്പസി നടത്തുന്നു. ഈ ആദിവാസികളെ ഘർവാപ്പസി നടത്തുമ്പോൾ അവരെ ഈ കൊണ്ടുപോകുന്നത് ബ്രാഹ്മണനായിട്ടാണോ, അതോ ക്ഷത്രിയനായിട്ടാണോ, ശൂദ്രനായിട്ടാണോ, വൈശ്യനായിട്ടാണോ, അതോ വീണ്ടും ആദിവാസിയായിട്ടും ദളിതനുമായിട്ടാണോ? ഇവരെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഗർഭാപ്പസി നടത്തുന്നത് ഇവർ തൊട്ടുകൂടായ്മയുടെ ആ പഴയ ആ കവചത്തിലേക്ക് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആ അസ്പൃശ്യതയുടെ കറയിലേക്ക് മാറ്റി നിർത്താനാണ് ഇവർ ഗർഭാപ്പസി നടത്തുന്നത്. ഇവരെങ്ങോട്ടാണ് ഗർഭാപ്പസി നടത്തുന്നത്? ഇവരുടെ വീടിൻ്റെ അകത്തേക്ക് കയറാൻ സമ്മതിക്കുമോ? അല്ലെങ്കിൽ ഉന്നതരായിട്ടുള്ള ഉന്നത കുലജാതരെന്ന് ഇവർ വിശ്വസിക്കുന്ന ഈ സോ കോൾഡ് അപ്പർ കാസ്റ്റിന്റെ വീട്ടുമുറ്റത്തേക്ക് കയറ്റാൻ ഈ ഗർഭാപ്പസി നടത്തുന്ന ആദിവാസികളെ ഇവർ സമ്മതിക്കുമോ എന്നുകൂടി നമുക്കറിയേണ്ടതുണ്ട്. ശരി, ശ്രീ കെന്നഡി കനിമംഗാല, BJP കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്രൈസ്തവ സമൂഹവുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിഷപ്പ് ഹൗസ് സന്ദർശിച്ചത് നമ്മൾ കണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ BJPക്ക് ഒരു ഇലക്ട്രൽ ഗെയിൻ നേടണമെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് നേടണം എന്നുള്ള പൊളിറ്റിക്കൽ ഇക്വേഷനൊക്കെ ശരിയാണ്, അത് മാറ്റിവെക്കാം. പക്ഷേ പ്രധാനമന്ത്രി ഡൽഹിയിൽ കഴിഞ്ഞ ഈസ്റ്ററിനും ഈ ക്രിസ്മസിനുമെല്ലാം പുരോഹിതരെ സന്ദർശിക്കുന്നു, ഊഷ്മളമായ അഭിവാദ്യം അർപ്പിക്കുന്നു. എന്നിരിക്കുമ്പോഴാണ് RSS മേധാവി ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഖർവാപ്പസി നടത്തിയില്ലായിരുന്നെങ്കിൽ ആദിവാസികളിൽ ഒരു 30% പേർ ദേശദ്രോഹികളായേനെ, ക്രിസ്ത്യാനികളായി മതപരിവർത്തനം നടത്തി ദേശദ്രോഹികളായേനെ എന്ന് പ്രണബ് കുമാർ മുഖർജി അദ്ദേഹത്തോട് പറഞ്ഞു എന്നാണ് പറയുന്നത്. ആ പ്രസ്താവനയെ പറ്റി അദ്ദേഹം വേറെ അഭിപ്രായം നടത്തുന്നില്ല. പ്രണബ് കുമാർ മുഖർജി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഇത് അദ്ദേഹം മരിക്കുന്നവരെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല, അത് ഭാഗവതും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഭാഗവതിന് അഭിപ്രായമായി പുറത്തു വരികയാണ്. ഇപ്പോൾ ഇന്ന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അതിശക്തമായി അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. 3 വട്ടം നിരോധിക്കപ്പെട്ട ഒരു സംഘടന ക്രൈസ്തവർക്ക് ദേശസ്നേഹം പഠിപ്പിക്കേണ്ട എന്നാണ് മെത്രാൻ സമിതി എന്ന് പറഞ്ഞത്. ഈ RSSന്റെ ഈ പ്രസ്താവനയെക്കുറിച്ച് എന്താണ് കെന്നഡിയുടെ അഭിപ്രായം? അജിംഷ, അതിനകത്ത് നമുക്ക് ഇതിനകത്ത് കുറേ ശരിയും കുറേ അർത്ഥസത്യങ്ങളും ഒക്കെ നമുക്ക് ഇതിനകത്ത് കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ പ്രണബ് കുമാർ മുഖർജി അങ്ങനെ പറഞ്ഞു, ഇവർ തമ്മിൽ അങ്ങനൊരു ഡിസ്കഷൻ നടന്നു, അങ്ങനെ ഒരു ഡിബേറ്റ് നടന്നു എന്ന് നമുക്ക് വ്യക്തതയില്ല. അങ്ങനെ ഇനി നടന്നു എന്ന് വെക്കുക, പ്രണബ് കുമാർ മുഖർജി അങ്ങനെ പറഞ്ഞു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന എന്തെങ്കിലും നമ്മുടെ മുന്നിലുണ്ടോ? അതായത് ക്രിസ്ത്യൻ വിഭാഗം ഒരു രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന നിലയിൽ ഇവിടെ അജിംസിനോട് ഞാൻ പ്രത്യേകിച്ച് അതിനെ കൂടുതൽ ഒരു വിസ്തരിച്ച് പറയുന്നില്ല. സ്വാഭാവികമായും വേറെ ഒരു പ്രത്യേക പേരുകാരെക്കുറിച്ചാണെങ്കിൽ ഉടനെ തന്നെ നമുക്കതിനുടനെ ന്യായം പറയാൻ ഞാൻ ഉൾപ്പെടെ, ഞാൻ അല്ലാന്ന് പറയുന്നില്ല, മുന്നിൽ വരാറുണ്ട്. കാരണം അതിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. ഇതിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ തെളിവില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. ഏതെങ്കിലും അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ കരിമിക്കാൽ. എന്താണ് ആ ദേശദ്രോഹമെന്ന്? അത് രാജ്യത്ത് എന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയെന്നോ ഒന്നുമല്ല. കൺവേർഷൻ ഇറ്റ്സെൽഫ് ഈസ് ആൻറ്റി നാഷണൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് റൂട്ട് പറിച്ചു കളയുകയാണ് കൺവേർഷനിലൂടെ. അതായത് മതപരിവർത്തനം എന്ന് പറയുന്നത് തന്നെ ദേശദ്രോഹ പ്രവർത്തനമാണെന്ന് പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. അല്ല, ഞാൻ അതിലേക്ക് കൂടെ വരാം. അതും 2 കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഭരണഘടന പൂർണ്ണമായും അവനവൻ്റെ മതം പ്രീച്ച് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനുമായിട്ടുള്ള പൂർണ്ണമായ അവകാശം തന്നിരിക്കുമ്പോൾ ഈ ഏതെങ്കിലും ഒരു ഇന്ത്യൻ പൗരന് അങ്ങനെ പറയാൻ തന്നെ ഉള്ളൊരു അവകാശമില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ അത് ആൻറ്റി കോൺസ്റ്റിറ്റ്യൂഷനിലാണല്ലോ, അതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ അതേ സമയത്ത് തന്നെ നമ്മളൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് പൊതുവെ ഒരു ഹൈന്ദവ രാഷ്ട്രം എന്നാണ് പൊതുവെ അറിയപ്പെടുക. പക്ഷേ ഈ ഇന്ത്യയിൽ
എവിടെ അറിയാവുന്ന ഒരു കെന്നഡി ഹൈന്ദവ രാഷ്ട്രമാണ് ഒരു ഹിന്ദു രാഷ്ട്രം എന്ന് എവിടെ അറിയപ്പെടുന്നതാണ്? അതായത് ഹിന്ദു, ഞാൻ പറയട്ടെ കെന്നഡി കോൺസ്റ്റിറ്റ്യൂഷൻ ഇവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചോദിക്കില്ല. ഹിന്ദുയിസമാണ് അല്ല, ഞാൻ പറഞ്ഞത് ഒരു ഹൈന്ദവത അതൊരു മതമാണെന്ന് ചിലരെങ്കിലും അവകാശപ്പെടുന്നു, ഹിന്ദു ഒരു മതമാണെന്ന് അവകാശപ്പെടുന്നു. അതുകൊണ്ട് ഇതൊരു ഹിന്ദു മതമാണ്. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പേരും ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണ് എന്ന തരത്തിലേക്കൊക്കെ പറയുമ്പോൾ ഞാൻ അതാണ് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ പറയുന്നത് നമ്മളൊരു അർത്ഥത്തിൽ ശരിയാണെന്ന് കണക്ക് കൂട്ടിയാൽ ഇന്ത്യയിൽ തന്നെ മിസോറാമും നാഗാലാൻഡും മണിപ്പൂരും സിക്കിമും അടക്കമുള്ള ഒരു 4-5 നോർത്ത് ഈസ്റ്റിലെ ആ സ്റ്റേറ്റുകൾ ഒന്ന് എടുത്തു നോക്കിക്കോളൂ. 74% മുതൽ 88% വരെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒരു മതത്തിൻ്റെ വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഒരാൾ അങ്ങനെ വല്ലാതെ ഇവിടെ ഒരു കൺവേർഷൻ നടക്കുന്നുണ്ട് എന്ന അർത്ഥത്തിൽ സംസാരിച്ചാൽ ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ശരിയാണ്. അതിനെ ഖണ്ഡിക്കാൻ നമുക്ക് കഴിയില്ല. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ആ സ്റ്റാറ്റിസ്റ്റിക് വൈസ് അദ്ദേഹം പറഞ്ഞെങ്കിൽ അതിൽ തെറ്റില്ല. കൺവേർഷൻ നല്ല തോതിൽ നടക്കുന്നുണ്ട്. പക്ഷേ അന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അനുവാദം തരുന്നുണ്ട്. ഇനി ഈ ഖർവാപ്പസി എന്ന് ഉദ്ദേശിച്ചത് ഉണ്ടായിരുന്ന വീട്ടിലേക്ക് മടങ്ങി വരുന്നൊരു കാര്യമാണെങ്കിൽ അതിലും വൈരുദ്ധ്യമുണ്ട്. കാരണം ഈ ആദിവാസികൾ ഒരു ഹിന്ദു തത്വങ്ങളോ ഹിന്ദു ദൈവങ്ങളോ സോക്കോൾ അങ്ങനെയുള്ളവരുമായി ഒരു ബന്ധവുമില്ലാത്തവരാണ്. അവർ ആരാധിക്കുന്നത് ഇപ്പോഴും കല്ലിനെയും പാമ്പിനെയും മരങ്ങളെയും. അവരുടെ ഭാഷ തന്നെ സാദ്രി എന്ന് പറയുന്നത് വേറൊരു ഭാഷയാണ്. ഞാൻ ഒരു സോഷ്യോളജി ഫാക്കൽറ്റിയാണ്. ഞാനത് സയൻറ്റിഫിക്കലി പഠിക്കുന്ന ആളാണ്. എനിക്കറിയാം. ഈ കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്ത് ഒരു ആദിവാസി ഒരു കുടുംബം താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, എൻ്റെ അനിയനും ഭാര്യയും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ അവർക്ക് ആധാർ കാർഡും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എല്ലാ ഡീറ്റെയിലും അവരുടെ സ്വന്തം അനിയനും ഭാര്യയുമാണ്. വന്നപ്പോൾ ഞാൻ പേര് ചോദിച്ചപ്പം അയാളുടെ പേര് സഫിറുള്ളയോ. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഭാര്യയുടെ പേര് ഫാഹിദ, ആദിവാസിയാണ്. അപ്പം ഞാൻ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. കാരണം എനിക്ക് ഭയങ്കര ഒരു സംശയം. ക്രിസ്ത്യാനി പേരുകൾ കേട്ടിട്ടുണ്ട്, കൺവേർഷൻ നടക്കുന്നതായി കേട്ടിട്ടുണ്ട്. ഞാൻ ഈ തരത്തിലൊരു മുസ്ലിം കൺവേർഷൻ ഉള്ളതായി എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ മറ്റേ ആദിവാസിയെ വിളിച്ച് ചോദിച്ചു പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ താമസിക്കുന്ന മേഖലകളിലേക്ക് ഞങ്ങൾ ആദിവാസികളൊക്കെ ചെന്നാൽ അവിടെ പൊരുത്തപ്പെട്ട് പോകണമെങ്കിൽ ഞങ്ങൾ അവരുടെ പേരും ഒക്കെ സ്വീകരിച്ച് അവരുടെ രീതിയായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ട് പോകും. ഞങ്ങൾക്ക് അങ്ങനെ വലിയ മതവും ജാതിയും ഒന്നുമില്ല. മുസ്ലിങ്ങൾ കൂടുതൽ താമസിക്കുന്നത് ചിലപ്പോൾ ഞങ്ങൾ മുസ്ലിം ആവും. അത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു മതവിശ്വാസവും ഈ സംവിധാനമൊക്കെ. അല്ലാതെ അതിൻ്റെ അപ്പുറമുള്ളൊരു കഥയൊന്നും അതിനകത്തില്ല. ഇത്രേ അതിനകത്തുള്ളൂ. ഈ ഖർവാപ്പസി എന്ന് പറയുന്നത് ഇപ്പോൾ സർസംഘചാലക്ക് അങ്ങനെ ഉദ്ദേശിച്ചെങ്കിൽ അതിന് അടിസ്ഥാനമില്ല. ബിക്കോസ് ദേ ആർ നോട്ട് അറ്റ് ഓൾ ബിലോങ്സ് ടു ഹിന്ദു. അങ്ങനെയും അവിടെ തെറ്റുപറ്റും. പിന്നെ CBSE പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് അതിനകത്ത് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരവസ്ഥ ഇപ്പോഴും ഇല്ല. കാരണം പൂർണ്ണമായും ശരിയായ ഒരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് CBSE സംസാരിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻസിനെ ഏത് വിധത്തിൽ ദേശദ്രോഹികൾ എന്ന് പറയാൻ കഴിയും? അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. അത് സമൂലം തള്ളിക്കളയാതിരിക്കാൻ നിവൃത്തിയില്ല. ജിംസെ മോഹൻ ഭാഗവത് പുതുതായി ഉണ്ടാക്കിയ സിദ്ധാന്തമല്ല. അതായത് നേരത്തെ തന്നെ ഗോൾവാർക്കർ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ ആരാണെന്നതിനെ കുറിച്ച്. അവിടെ വൈരുദ്ധ്യമുണ്ട് ജിംസെ. അവിടെ വൈരുദ്ധ്യമുണ്ട്. കാരണം നമ്മൾ എത്രയോ തവണ ഡിബേറ്റ് ചെയ്തതാണിത്. അവിടെ വൈരുദ്ധ്യമുള്ളത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പറയുന്ന മുൻ പുസ്തകങ്ങളിൽ നിന്നും അങ്ങനെയുള്ള രേഖകളിൽ നിന്നൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവരന്ന് സംസാരിച്ചതും അതിനെക്കുറിച്ച് പ്രതിപാദിച്ചതുമുള്ള കാലഘട്ടം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കാലഘട്ടമാണ്. അന്ന് ഈ സോക്കോൾഡ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ കൺമുന്നിൽ അവരുടെ എക്സ്പീരിയൻസിൽ അവർ കാണുന്നത് ലൂട്ടിങ്, തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയും. ബ്രിട്ടീഷുകാരെ കുറിച്ചേ അല്ല കെന്നഡി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ബ്രിട്ടീഷുകാരെ കുറിച്ചേ അല്ല ഗോൾവാർക്കർ എഴുതിയത്. ബ്രിട്ടീഷുകാർ വന്നിങ്ങനെ മതം മാറ്റിയാൽ ബ്രിട്ടീഷുകാർ ചെയ്ത് മോശമായി പോയെന്നോ? ബ്രിട്ടീഷുകാരെ കുറിച്ച് അങ്ങനെ ഒന്നും എഴുതിയിട്ടേ ഇല്ല എന്ന് മാത്രമല്ല, അത് പറയുന്നത് ഈ മനുഷ്യ സമൂഹത്തെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്ത്യാനിയെ കുറിച്ച് അല്ല ക്രിസ്ത്യാനിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. കാരണം ക്രിസ്ത്യാനിക്കെതിരെ പറയുന്നത് അവർ കാണുന്ന ക്രിസ്ത്യാനി അതാണ്. അവർ കൊണ്ടുവരുന്ന ക്രിസ്ത്യാനിറ്റിയാണ് കാണുന്നത്, അല്ലാതെ വേറെ ഏത് ക്രിസ്ത്യൻ. അപ്പോൾ ആ തരത്തിൽ
അപ്പൊ കെന്നഡി അവിടെ എനിക്കൊരു പോയിന്റ് ഉണ്ട്. അവർ കൊണ്ടുവരാത്ത ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് RSSന് നല്ല അഭിപ്രായമാണ്. അതായത് കേരളത്തിലുള്ളവർ ബ്രിട്ടീഷുകാർ മതം മാറ്റിയവരല്ല, കേരളത്തിലുള്ള ക്രൈസ്തവരെ കുറിച്ച് RSSന് നല്ല അഭിപ്രായമാണ്. അങ്ങനെയാണോ എന്ന് വേണം കരുതാൻ. കാരണം അവർ ഞങ്ങളുടെ അരമനകളിൽ വരികയും ഞങ്ങളുടെ വന്ദിരായ പുരോഹിതരുമായിട്ടും മെത്രാന്മാരുമായിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ മുമ്പത്തെ തന്നെ ചരിത്രമുള്ളതാണ് ഞങ്ങൾക്കെല്ലാം. അപ്പോൾ ബ്രിട്ടീഷുകാർ വരുന്നതിനും ഒക്കെ എത്രയോ കാലം മുമ്പ്, അതായത് ബ്രിട്ടീഷുകാർ വന്ന് മതം മാറ്റിയ ആളുകളോട് മാത്രമേ RSSന് എതിർപ്പുള്ളൂ. അതിനു മുമ്പ് മാർത്തോമാ ശ്ലീഹ വന്ന് മതം മാറ്റിയ ആളുകളെ കുറിച്ച് എതിർപ്പില്ല. അങ്ങനെയാണോ? അജിം സിംഗിനെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ വായിൽ തിരികെ കയറ്റാതെ, ഞാൻ അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ആ പുസ്തകത്തിൽ അങ്ങനെ പറയാൻ കാര്യം അവർ കണ്ട ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും അവർ കണ്ട ക്രിസ്ത്യാനികളെക്കുറിച്ചുമാണ് അന്ന് അഭിപ്രായം പറഞ്ഞത്. പക്ഷേ മലയാളികളെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എന്നാൽ ഒന്ന് നോക്കൂ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ വഹിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഇവിടെ 88-90% ഒന്നും വന്നില്ലെന്നേ ഉള്ളൂ, 18% ഉള്ളൂ. പക്ഷേ ഇന്ത്യയിൽ കെന്നഡി പറയുന്നത് ബ്രിട്ടീഷുകാർ മതം മാറ്റിയ ആളുകളെ കുറിച്ചാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഒരു നിമിഷം. ഇന്ത്യയിലെ കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവരിൽ ഏറ്റവും കൂടുതലുള്ളത് ലത്തീൻ കത്തോലിക്കരാണ്. ഈ ലത്തീൻ കത്തോലിക്കരെ ഏതായാലും ആര് മതം മാറ്റിയതല്ല, ബ്രിട്ടീഷുകാർ മതം മാറ്റിയതല്ല. അങ്ങനെയാണെങ്കിൽ അവർ ആംഗ്ലിക്കൻ ചർച്ചിലാണ് ആവേണ്ടത്. എന്തിനാണ് പിന്നെ ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും മധ്യപ്രദേശിലും കന്യാസ്ത്രീകളെയും പുരോഹിതരെയും ഈ RSSകാർ വേട്ടയാടുന്നത്? നോക്കൂ, നമുക്ക് ഈ RSS എന്ന് പറയുമ്പോൾ അത് സംഘപരിവാർ എന്ന പൂർണ്ണമായൊരു സംഘടന എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അതിനകത്ത് ഒരുപാട് സംഘടനകളുണ്ട്. അതിനകത്ത് ചില സംഘടനകളെന്ന് പറയുന്നത് പരിവാറിൻ്റെ ഭാഗമല്ലാത്തവരും അവർ അവകാശപ്പെടുന്നുണ്ട് ഞങ്ങൾ പരിവാറാണെന്ന്. അതിനകത്തൊക്കെ ക്ലാരിറ്റി കുറവുണ്ട്, കൃത്യതക്കുറവുണ്ട്. വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തും പലപ്പോഴും നടന്നു വരുന്ന ചില വാനരസേന എന്ന ചില സേനകളുടെയൊക്കെ പേര് പറഞ്ഞപ്പോൾ 2-3 പ്രാവശ്യം നോർത്ത് ഇന്ത്യയിലെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഞാൻ ഇന്നത്തെ കേന്ദ്രമന്ത്രിയായിരിക്കുന്ന അന്നത്തെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ ജോർജ് കുര്യനുമായി ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു. എന്താണ് നടക്കുന്നത്, മാധ്യമങ്ങൾ പറയുന്നത്, ആരോപിക്കുന്നത്, മറുപടി പറയാൻ ബുദ്ധിമുട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് അതിനകത്ത് ക്ലാരിഫൈ ചെയ്തത്. അത് സംഘപരിവാറിൻ്റെ ഭാഗമേ അല്ലാത്ത സംഘടനകളാണ്. ഇങ്ങനെ കുറെ പേര് ഭരണം കിട്ടിയതിന്റെ കേരളത്തിലേക്ക് വന്നാൽ പാലക്കാട് നല്ലേപ്പള്ളിയിലും ചിറ്റൂരുമൊക്കെ ക്രിസ്മസ് കരോൾ തടയുകയും പുൽക്കൂട് നശിപ്പിക്കുകയും ചെയ്ത സംഘടനയുടെ പേര് VHP എന്നാണ്. VHP RSS മുൻകൈ എടുത്ത് നിർമ്മിച്ച സംഘടനയാണ്, സംഘപരിവാർ സംഘടനയാണ്. അവർ തന്നെയാണ് ഗ്രഹാം സ്റ്റെയിൻസിനെ കൊന്നതും. തെറ്റാണെന്ന് അപ്പോൾ തന്നെ അത് പറഞ്ഞിരുന്നു. ആ പുൽക്കൂട് തകർത്തത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കെന്നഡി പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവരോട് RSSന് വിരോധമില്ല, കേരളത്തിലെ ക്രൈസ്തവരോട് RSSന് ഇങ്ങനെ പ്രശ്നമില്ല എന്നാണ് അല്പം മുമ്പ് കെന്നഡി പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ RSS എന്ന് പൊതുവായി അങ്ങനെ പറയരുത്. കാരണം ഞാൻ അങ്ങനെ പറയാൻ കാര്യം, ഒരു സംഘടനയ്ക്കകത്ത് ഇപ്പോൾ കോൺഗ്രസ് അഫിലിയേഷനുള്ള ഒരുപാട് സംഘടനകൾ കാണും. നമ്മൾ എല്ലാം കോൺഗ്രസിൻ്റെ തലയിലേക്ക് കൊണ്ടുവെക്കരുത്. ആ കണക്ഷനുള്ള ഒരുപാട് സംഘടനകൾ കാണാം. അതിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് പിഴവ് പറ്റിയെന്ന് വ്യക്തമായി നമ്മൾ പറയണം. ഞാൻ വ്യക്തമായി പറയുന്നു, VHP അന്ന് ചെയ്തത് തെറ്റ് തന്നെ. അന്ന് ഞാൻ പല ചാനലുകളിലും ആ ക്രിസ്മസ് രാത്രി ഞാൻ പങ്കെടുത്തിരുന്നു. ഞാൻ വ്യക്തമായി പറഞ്ഞു, VHPയുടെ നേതാക്കൾ അതിനെ തള്ളി പറയണം. നാളിതുവരെ തള്ളി പറഞ്ഞിട്ടില്ല. അവർക്ക് തെരഞ്ഞെടുപ്പിനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് BJPക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപദ്രവം, മഹാപാതകമാണ് അവർ ചെയ്തത്. ഒരു നിമിഷം, ഇപ്പൊ BJP ആണല്ലോ കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്നവർ. കെ സുരേന്ദ്രൻ ബിഷപ്പ് ഹൗസിൽ പോകുന്നു, പലരെയും കാണുന്നു. എന്തുകൊണ്ടാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അതിനെ തള്ളി പറയാത്തത്? അല്ല, നോക്കൂ, അത് ഞാൻ പറഞ്ഞല്ലോ, സംഘപരിവാറിൽ BJP അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മുഖമാണെന്ന് മാത്രം. അതുപോലെ ഒരുപാട് സംഘടനകളിൽ ഒരു സംഘടന ഈ VHPയുടെ ഏതെങ്കിലും 1-2 പ്രവർത്തകർ ചെയ്തതിന് കെ സുരേന്ദ്രൻ വലിച്ചു തലവെക്കേണ്ട കാര്യമുണ്ട്. ഒന്നാമത് തൊട്ടാപ്പൊള്ളുന്നൊരു വിഷയം, ആ വിഷയത്തിനകത്ത് കെന്നഡി അല്പം മുമ്പ് പറഞ്ഞത് തെറ്റാണെങ്കിൽ VHP അത് മാപ്പ് പറഞ്ഞിട്ടില്ല. അതായത് RSS പറഞ്ഞാൽ VHP കേൾക്കില്ല, BJP പറഞ്ഞാൽ കേൾക്കില്ല, ഇവരാർക്കും ഇതിൽ ഖേദമില്ല, അവരാരും മാപ്പ് പറഞ്ഞിട്ടില്ല. എന്നിട്ടും കെന്നഡി ഇരുന്ന് ന്യായീകരിക്കുകയാണ്. അജിം സാർ, ഞാൻ വ്യക്തത വരുത്തുന്നു, അവര് മാപ്പ് പറഞ്ഞിട്ടില്ല, തള്ളി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അന്ന് ആക്രമിച്ചവരെ ന്യായീകരിക്കുകയും ചെയ്തു. ഞാൻ വ്യക്തമായി മറുപടി പറയുന്നു. എന്നിട്ടും കെന്നഡി പറയുന്നു RSS സംഘപരിവാറിന് കേരളത്തിലെ ക്രൈസ്തവരോട് സ്നേഹമാണ്.
വീണ്ടും അജിംസ് RSS എന്ന് പറയുന്നത് ദുഷ്ടരാക്കോട് കൂടിയാണ്. ഞാൻ അതിനെ തിരുത്തി പറയുന്നു. VHP ചെയ്ത തെറ്റിനെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കരുത്. ആരാണെന്ന് വ്യക്തമായി പറയുക. അതിൻ്റെ ഉത്തരവാദിത്തം RSSന് മൊത്തത്തിൽ വരുന്നില്ല. RSSന്റെ ഒരു ഭാഗം മാത്രം. ഈ സംഘപരിവാർ സംഘടനകളുടെ ഹെഡ് ഏത് സംഘടനയാണ് കെന്നഡി? സംഘപരിവാറിൽ കുറേ സംഘടനകളുണ്ട്, അതിന്റെ ഹെഡ് ഏതാണ്? RSS തന്നെയാണ്. RSS ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഒരു അംഗം ഒരു പ്രശ്നം ചെയ്താൽ അത് ആരാണ് അതിന് ഉത്തരവാദി? ആരാണ്? കെന്നഡി കരിമ്പുകാരുടെ പരിവാറിൽ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടതും അതിന് മാപ്പ് പറയണമെങ്കിൽ പറയേണ്ടതും ആരാണ്? കെന്നഡിയാണ്. അപ്പോൾ RSSന് ഇതിൽ റോളില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കൂ, RSSന്റെ നടപടിക്രമങ്ങൾ നമ്മുടെ മുന്നത്തിലും ജനമധ്യത്തിലുമല്ല അവരുടെ പല കാര്യങ്ങളും നടക്കുക. നമുക്കറിയാം, ആ സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ്. അതെങ്ങനെ വളരുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നതൊന്നും നമുക്കത് കൃത്യതയില്ല. കൃത്യമായ ഒരു രീതികളില്ലാതെ പോകുന്ന ഒരു സംഘടനയാണ്. അതിനകത്ത് അതായത് കെന്നഡി പറഞ്ഞിരുന്ന അവരുടെ പ്രവർത്തനത്തെ കുറിച്ച് അവരെങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ ആശയധാരയെ കുറിച്ച് ഒരു വ്യക്തതയും നമുക്കില്ല, എനിക്കില്ലാത്തതുപോലെ കെന്നഡിക്കുമില്ല. പക്ഷെ അവർ കേരളത്തിലെ ക്രൈസ്തവരോട്, ഒരു നിമിഷം, അവർ കേരളത്തിലെ ക്രൈസ്തവരോട് സ്നേഹം കാണിക്കുന്നു, അവർക്ക് കേരളത്തിലെ ക്രൈസ്തവരെ അംഗീകരിക്കാൻ കഴിയുന്നു എന്നുള്ള കാര്യത്തിൽ കെന്നഡിക്ക് ഉറപ്പുണ്ട്. അവരുടെ പെരുമാറ്റത്തിലും അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഏറ്റവും അവസാനം മുനമ്പത്തെ വിഷയത്തിലാണെങ്കിലും സംസാരത്തിലും പ്രവൃത്തിയിലും ഒരു കൃത്യമായ കരുതൽ അവർ സമുദായത്തോട് കാണിക്കുന്നുണ്ട്. പറയുന്നത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പറയുന്നത് പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് ഞാൻ നല്ലേപ്പള്ളിയിലെ ഉദാഹരണം പറഞ്ഞത്. പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പറയുന്നതിന്റെ പ്രവർത്തിയുടെ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ കുറിച്ചാണ് ഞാൻ പാലക്കാട്ടെ ഉദാഹരണം പറഞ്ഞത്. അത് കെന്നഡിക്ക് മനസ്സിലായി വരുന്നു. കെന്നഡി വീണ്ടും ആവർത്തിക്കുന്നു അവരുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെയാണെന്ന്. ഞാൻ വരാം, അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ അജയ് ഫിലിപ്പ്, ഇവിടെ ക്രൈസ്തവരെ കുറിച്ച് ഇത്രയും ഓപ്പണായി, അത് പ്രണബ് കുമാർ മുഖർജിയെ അട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞതാണെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല, ഇത്രയും ഓപ്പണായി സമീപകാലത്ത് ഒരു RSS മേധാവി സംസാരിച്ചിട്ടില്ല. ദേശദ്രോഹികൾ സാധാരണ അത് മറ്റൊരു സമുദായത്തെക്കുറിച്ചാണ് RSS പറയാറ്. ക്രൈസ്തവരെ കൂടി ആ ലിസ്റ്റിലേക്ക് പെടുത്തുകയാണോ? ഇത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സംഘപരിവാറിന് ആദിവാസികളുടെ പ്രശ്നത്തിൽ ഒരു പ്രത്യേക നിലപാടുണ്ട്. അവർ ആദിവാസികളെ ആദിവാസിയായിട്ട് കണക്കാക്കുന്നില്ല. ആദിവാസി എന്ന വാക്കിൻ്റെ അർത്ഥം അബ്ഒറിജിനൽസ്, അല്ലെങ്കിൽ ആദ്യം ഈ രാജ്യത്ത് ജീവിച്ചവർ എന്ന അർത്ഥം വരും. അത് അവർക്ക് സമ്മതിക്കില്ല. കാരണം അവർ ആദിവാസികളാണ് എന്നവർ വിളിച്ചാൽ അതിൻ്റെ അർത്ഥം ഹിന്ദുക്കൾ വിദേശത്തു നിന്ന് വന്നവരാണ്, അല്ലെങ്കിൽ ആര്യന്മാർ വിദേശത്തു നിന്ന് വന്നതാണ് എന്ന് അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് RSS അവരുടെ പുസ്തകങ്ങളിലോ ബുക്കുകളിലോ എങ്ങും ആദിവാസികളെ ആദിവാസികളെന്ന് വിളിക്കില്ല. അതിന് പകരം അവർ വിളിക്കുന്നത് വനവാസികൾ എന്നാണ്. ആദിവാസി എന്ന വാക്ക് തന്നെ അവർ ഉപയോഗിക്കുന്നില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർ വനവാസികളാണ്. പിന്നെ ഇവിടുത്തെ ഈ വിഷയമെന്ന് പറയുന്നത് പ്രണബ് മുഖർജി എന്തു പറഞ്ഞു എന്നുള്ളതാണ്. പ്രണബ് മുഖർജി ജീവിച്ചിരുന്ന കാലത്താണല്ലോ അദ്ദേഹം ഇത് പറഞ്ഞത്. അന്ന് എന്തുകൊണ്ട് മോഹൻ ഭഗവത് അന്നത് വെളിപ്പെടുത്തിയില്ല? ഇപ്പോൾ അദ്ദേഹം മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യരാണ് വിശ്വസിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രണബ് മുഖർജി ശരിയാണ്, RSSൻ്റെ ഒരു മഹത്തായ സമ്മേളനത്തിൽ നാഗ്പൂരിലെ എല്ലാ വർഷവും വിജയദശമി പ്രമാണിച്ചൊരു സമ്മേളനമുണ്ട്. ആ സമ്മേളനത്തിൽ ഒരു പ്രാവശ്യത്തെ പ്രധാന മുഖ്യ അതിഥിയായിരുന്നു ശ്രീ പ്രണബ് മുഖർജി. അന്ന് പ്രണബ് മുഖർജി ഒരു സാധാരണ മനുഷ്യനാണ്, ഇന്ത്യൻ പ്രസിഡന്റ് അല്ല, വെറും സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹം തിരിച്ച് രാഷ്ട്രപതി സ്ഥാനം കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒരു സിമ്പിൾ സിറ്റിസണായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം അങ്ങനെ സിമ്പിൾ സിറ്റിസണായ ഒരു മനുഷ്യനെ RSSൻ്റെ ഒരു മീറ്റിങ്ങിൽ വിളിച്ചപ്പോൾ അദ്ദേഹം പോയത് ശരിയാണോ എന്നുള്ളത് തർക്കവിഷയമാണ്. പക്ഷേ എന്തായാലും അദ്ദേഹം അവിടെ പോവുകയും അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തു. ആ പ്രഭാഷണം വളരെ വ്യക്തതയോടുകൂടി വളരെ ശ്രദ്ധിച്ച് ഞാൻ കേട്ട ഒരാളാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനെ കോട്ട് ചെയ്യുന്നുണ്ട്, മഹാത്മാഗാന്ധിയെ കോട്ട് ചെയ്യുന്നുണ്ട്, രവീന്ദ്രനാഥ് ടാഗോറിനെ കോട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രസംഗത്തിൽ എങ്ങും മുസ്ലിങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെയോ ഒരു വാക്ക് പോലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് പറയേണ്ട ഒരു കാര്യം, പ്രണബ് മുഖർജി വളരെ എഴുതുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഇങ്ങനെയൊരു മനസ്സിൽ ഐഡിയ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അത് എഴുതിയില്ല? എന്തുകൊണ്ട് അത് ഈ ശ്രീ മോഹൻ ഭഗവത്തിനോട് മാത്രം പറയുന്നു?
ഇതൊക്കെ മനുഷ്യരെ കളിപ്പിക്കാനുള്ള വേലയാണ്. ഉദാഹരണത്തിന് മധ്യപ്രദേശിലെ RSSന്റെ ഒരു പ്രമുഖ നേതാവുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കുഷാബാവു താക്കറെ എന്നായിരുന്നു. അദ്ദേഹം മന്ത്രിയൊന്നുമായില്ല. പക്ഷേ എല്ലാ RSSകാരും എല്ലാ BJP നേതാക്കളും അദ്ദേഹത്തെ കണ്ടാൽ എഴുന്നേൽക്കും, അദ്ദേഹത്തിൻ്റെ കാലിൽ തൊടുമായിരുന്നു. അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല ബന്ധവുമുണ്ടായിരുന്നു. എൻ്റെ ഒരു നല്ല ഫ്രണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ തമ്മിൽ വയസ്സിന് വളരെ വ്യത്യാസമുണ്ടെങ്കിലും എൻ്റെ ഒരു നല്ല ഫ്രണ്ടെന്ന് പറയാം. ഇന്ന് ഞാൻ പറയുകയാണ്, കുഷബാവു താക്കറെ എന്നോട് പറഞ്ഞിരുന്നു, ഇന്നത് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ RSSനെതിരെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞാൽ ഏത് മനുഷ്യനാണ് അതിന് വിശ്വസിക്കുന്നത്? അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അന്ന് എൻ്റെ ചുമതല അത് വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അല്ലാതെ ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞ് 30 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹം മരിച്ച് 30 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അതുപോലെ പ്രണാബ് മുഖർജിയെ എന്തുകൊണ്ട് ഇദ്ദേഹം ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ പ്രണാബ് മുഖർജിക്ക് ഇത് കോൺട്രാഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇദ്ദേഹമായിട്ട് നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണമാണ്. അപ്പോൾ ഈ സ്വകാര്യ സംഭാഷണം നടത്തി എന്നുള്ളൊരു യാതൊരു തെളിവുമില്ല. അതുപോലെ തന്നെ പ്രണാബ് മുഖർജിയുടെ രാഷ്ട്രീയ ജീവിതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളോ ഒക്കെ വായിച്ചാലും ഒരിക്കൽ പോലും അദ്ദേഹം ഒരു മതത്തിനെതിരെ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. അപ്പോൾ അങ്ങനെ ഒരു മതത്തിനെതിരെയും സംസാരിക്കാതിരുന്ന ഇന്ത്യയുടെ 1-ാം നമ്പർ പൗരനായിട്ട് 5 വർഷം സേവനം അനുഷ്ഠിച്ച ഇന്ത്യയിലെ പലവിധ പോസ്റ്റുകൾ വഹിച്ച ശ്രീ പ്രണാബ് മുഖർജി വയസ്സുകാലത്ത് ക്രിസ്ത്യാനികൾ രാജ്യദ്രോഹികളാണ് എന്ന് പറയുക. അതും ആരോട് പറയുന്നു? മോഹൻ ഭഗവത് എന്താണ് പറഞ്ഞത്? അവർ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളാക്കുമോ എന്ന് ചോദിച്ചു. അല്ലല്ല, ക്രിസ്ത്യാനികളല്ല, അവർ രാജ്യദ്രോഹികളാക്കും എന്ന് പ്രണാബ് മുഖർജി പറഞ്ഞു എന്ന് ശ്രീ മോഹൻ ഭഗവത് പറഞ്ഞാൽ അത് ശുദ്ധമായ നുണയാണ്, പച്ചക്കള്ളമാണ്. അതിന് യാതൊരു തെളിവിൻ്റെയും ആവശ്യമില്ല. കാരണം മോഹൻ ഭഗവത്തിന് ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം ഇത് തുറന്നു പറയണമായിരുന്നു. അപ്പോൾ ശ്രീ പ്രണാബ് മുഖർജി തന്നെ ഇതിനെ കോൺട്രാഡിക്റ്റ് ചെയ്തേനമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്നതിലൊന്നും യാതൊരു കഴമ്പുമില്ല. പിന്നെ ഇതെന്തുകൊണ്ട് ഇപ്പോൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ RSSന്റെ പ്ലാന്, അതായത് ഇന്ത്യ ഒരു മതേതരത്വ രാജ്യത്തിൽ നിന്ന് മാറി ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് മാറ്റാനുള്ള അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ക്രിസ്ത്യാനികളെ അവർ പല ഭാഗത്തും വളഞ്ഞിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. അവർക്കെതിരെ ഹീനമായ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ഈ ക്യാമ്പയിന് ശക്തി കൂട്ടാൻ വേണ്ടി ശ്രീ മോഹൻ ഭഗവത് പറഞ്ഞ ഒരു കാര്യമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നുള്ളൂ. അല്ലാതെ ഇതിനകത്ത് യാതൊരു സത്യവും ഫിലിപ്പ്, ഒരു കാര്യം ചോദിച്ചോട്ടെ? പരിപൂർണ്ണ വിശ്വാസം ഈ ഇന്ത്യയിലെ ക്രൈസ്തവർക്കിടയിൽ കേരളത്തിലെ ക്രൈസ്തവർക്ക്, പ്രത്യേകിച്ചും ഈ സിറിയൻ ക്രൈസ്തവർക്ക് ഒരു ഇളവ് കൊടുക്കുന്നുണ്ടോ RSS? പണ്ട് RSSന്റെ ഒരു പഴയ നേതാവുണ്ടായിരുന്നു, ശ്രീ സുദർശൻ ഒരിക്കലും ഒരു പ്രസ്താവന നടത്തി. മാർത്തോമാ സഭ ഇന്ത്യയിലെ ഐഡിയൽ ക്രിസ്ത്യൻ സഭയാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മാർത്തോമാ സഭ, ഈ മാർത്തോമാ സഭയിലെ ഒരു അംഗമാണ് ഞാൻ. അന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് ഒരു സന്തോഷവും തോന്നിയില്ല. കാര്യം അയായത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞാണ് മാർത്തോമാ സഭ ഇവിടുത്തെ ഏറ്റവും നല്ല സഭയാണ് എന്ന് അന്നത്തെ RSSന്റെ സർസംഘചാലകായിരുന്ന ശ്രീ സുദർശൻ പറഞ്ഞിരുന്നു. അത് പറയുന്നതൊക്കെ അവരുടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മർത്തോമക്കാരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ എത്ര പെർസെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എത്ര പെർസെൻ്റ് ഉണ്ട്, അവരിവിടുത്തെ നല്ല ശുദ്ധ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് നമ്മളൊക്കെ സിറിയൻ ക്രിസ്ത്യൻസ് ആരും ബ്രാഹ്മണരിൽ നിന്ന് വന്നവരാണ്. ആ ഒരു ധാരണയിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. അല്ലാതെ മർത്തോമാ സഭയിൽ ഇന്നൊരു നല്ല ശതമാനം ആൾക്കാരും അല്ലാത്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. ആ കാര്യത്തെക്കുറിച്ചൊന്നും ഈ മനുഷ്യൻ അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അതിന് ഞാനൊരു വിലയും കൽപ്പിക്കുന്നില്ല. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാളും ക്രിസ്ത്യാനിയാണ്. അത് ഏത് ജാതിയിൽ നിന്ന് വന്നാലും ഏത് മതത്തിൽ നിന്ന് വന്നാലും. അതുപോലെ ഇന്ത്യയിൽ ഒരു പൗരന് അവകാശമുണ്ട്. ഇന്ന് ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ നാളെ എനിക്ക് ക്രിസ്തുമതം ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഹിന്ദു ആകാനും കഴിയണം. അത് എനിക്ക് ഹിന്ദു ആയിട്ട് കഴിയാൻ പറ്റില്ല എങ്കിൽ നാളെ എനിക്ക് ഹിന്ദുമതം ഉപേക്ഷിച്ചിട്ട് എനിക്ക് ഇസ്ലാം മതത്തിൽ പോകാനും എനിക്ക് ഈ ഭരണഘടന എനിക്ക് സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതിന് ആരുടെയും ഒരു കരുണയൊന്നും എന്നോട് വേണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. RSSനെ അല്ലെങ്കിൽ BJPയിൽ പ്രവർത്തിച്ച BJPയിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു ശ്രീ ഹരീഷ് ഷോറി. അദ്ദേഹം ബുദ്ധമത വിശ്വാസത്തിലേക്ക് പോയി. അതുപോലെ തന്നെ നേരത്തെ BJPയിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു മന്ത്രിയായിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോയി. അങ്ങനെ ആൾക്കാർ മതങ്ങൾ വിട്ടുപോകും. ഇതൊക്കെ മനുഷ്യരുടെ അവകാശമാണ്. ആ അവകാശത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രത്തിലെ ജനങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കുക എന്നാണ് അർത്ഥം.
അതുകൊണ്ട് ഞാൻ അതിന് ഒരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. സിറിയൻ ക്രിസ്ത്യൻസ് നല്ലതാണ്, ഉത്തർപ്രദേശിലെ ക്രിസ്ത്യാനികൾ മോശക്കാരാണ്, ഉത്തരാഖണ്ഡിലെ ക്രിസ്ത്യാനികൾ മോശക്കാരാണ്, അതേസമയം തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾ വളരെ നല്ല മനുഷ്യരാണ് എന്ന് പറയുന്നതിലൊന്നും ഞാനൊരർത്ഥവും കൊടുക്കുന്നില്ല, കാണുന്നുമില്ല. ശരി, ശ്രീ ജയ്സി തോമസ് ചേരും നമ്മളോടൊപ്പം. ജയ്ക്ക്, ഈ പ്രണബ് കുമാർ മുഖർജിയെ പറ്റി ഇങ്ങനൊരു കാര്യം RSS മേധാവി പറയുമ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് അത് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, രാഷ്ട്രപതി പദം ഒഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നാഗ്പൂർ സന്ദർശിച്ച് അവിടെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം ഗാന്ധിയെയും നെഹ്റുവിനെയും ടാഗോറിനെയൊക്കെ കോട്ട് ചെയ്ത് സംസാരിച്ചു. RSSൻ്റെ ഏതെങ്കിലും ഐഡിയോളജി പിന്തുണച്ചുകൊണ്ടല്ല അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. പക്ഷേ തന്നെ രാഷ്ട്രപതി ഭവനിൽ വിളിച്ചു വരുത്തി വിരുന്ന് തന്നിട്ടുണ്ട് പ്രണബ് കുമാർ മുഖർജി. അങ്ങനെ ഒരു സന്ദർശനത്തിനിടയിലാണ് ഇത് പറഞ്ഞതെന്ന് പറയുന്നു. അത് വിശ്വാസയോഗ്യമാണോ? തീർച്ചയായിട്ടും. ഇപ്പോഴിവിടെ സൂചിപ്പിച്ചതുപോലെ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഇന്ത്യൻ പ്രതീകമായിട്ടുള്ള സർസംഘചാലകൻ അദ്ദേഹം പ്രണബ് കുമാർ മുഖർജിയുടെ മരണാനന്തരം അങ്ങേയറ്റം കോൺട്രവേഴ്സിലെന്നും സാമാന്യ യുക്തിയിൽ നമുക്കെല്ലാവർക്കും തള്ളിക്കളയാൻ ആഗ്രഹമുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രസ്താവനയുടെ പശ്ചാത്തലം എന്തെന്ന് നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, ബഹുമാനിയനായ മുമ്പ് സഹപാനലിസ്റ്റ് സംസാരിക്കുമ്പോൾ സൂചിപ്പിച്ചു, RSSന്റെ ദേശീയ കാര്യാലയം സന്ദർശിക്കുകയും എന്റെ ഓർമ്മ ശരിയെങ്കിൽ കേശവ ബലിറാം ഹെഡ്ഗവാർ എന്ന RSSന്റെ സ്ഥാപകനെ കുറിച്ച് ദ ബ്രേവ് സൺ ഓഫ് മദർ ഇന്ത്യ, അതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രപതി പദം ഒഴിഞ്ഞതിന് ശേഷമുള്ള സമയമായിരുന്നു. അത്തരം ഒരു പ്രഖ്യാപനം ഇനിയിപ്പോൾ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് വെളിപ്പെടുത്തേണ്ട സമയം അതായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ മരണാനന്തരം എത്രയോ തവണ മഴയും പുഴയും വെള്ളമൊഴുകി പോകുന്നതിന് സാക്ഷ്യം വഹിച്ചു. അതിനൊക്കെ ശേഷം വർത്തമാനകാല ഇന്ത്യ ഏറെക്കുറെ സമാധാനപൂർണമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പലരും സംശയിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വീണ്ടും സംഘപരിവാർ രാഷ്ട്രീയത്തിന് ചിരപരിചിതമായ വഴികളിലൂടെ എങ്ങനെ തങ്ങളുടെ വംശീയ രാഷ്ട്രീയത്തിന്റെ ദംഷ്ട്ര വെളിപ്പെടുത്താൻ കഴിയും എന്ന പരിശോധനയുടെ ഭാഗമായിട്ട് ഈ പ്രസ്താവന വരുന്നത്. ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നതിലുപരിയായിട്ട് RSS ലക്ഷ്യമിടുന്നത് തങ്ങളുടെ സുപ്രസിദ്ധമായ മതസ്പർദ്ധയുടെ വിത്തിനെ കൂടുതൽ കരുത്തോടുകൂടെ പ്രചരിപ്പിക്കുക, അതിന് കൂടുതൽ ഗതിവിഗതികൾ ഉണ്ടാക്കിയെടുക്കുക, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ശരി ജയ്ക്ക്, ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക് വളരെ പെട്ടെന്ന് ചിരയിടവേളയ്ക്ക് ശേഷം. മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന കാലത്ത് ഒരു തരത്തിലും അവരോട് ആശയപരമായി യോജിക്കാത്ത മഹത് വ്യക്തിത്വങ്ങളെ പിന്നീട് അവർ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഡോക്ടർ അംബേദ്കർ. ആ പാതയിൽ ഒരാൾ ആയി പ്രണബ് കുമാർ മുഖർജി മാറുകയാണോ? കാരണം നെഹ്റു കുടുംബത്തിന് അത്ര പ്രിയങ്കരനല്ലാത്ത ഒരു കോൺഗ്രസ് നേതാവ്, രാജീവ് ഗാന്ധിയുടെ ഇഷ്ട ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരു കോൺഗ്രസ് നേതാവ്, നരസിംഹറാവുവിൻ്റെ ഇഷ്ടക്കാരനായിരുന്ന ഒരു നേതാവ്, അങ്ങനെ പല കാരണങ്ങളാൽ പിന്നീട് മരണശേഷം പ്രണബ് കുമാർ മുഖർജി തങ്ങളുടെ ആളാണ് എന്ന് വരുത്താൻ RSS കഴിയും. പല കാരണങ്ങളുണ്ട്. ആ അർത്ഥത്തിൽ ഒരു RSS ചങ്ങാത്തത്തിലായിരുന്നു പ്രണബ് കുമാർ മുഖർജി എന്ന് കരുതണമോ അദ്ദേഹത്തിന് നാഗ്പൂർ സന്ദർശനത്തോടെ? ഇല്ല അജിംസെ, നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം ഇപ്പോൾ മഹാത്മാഗാന്ധി തന്നെ സവർക്കറുമായിട്ട് അല്ലെങ്കിൽ RSSൻ്റെ നേതാക്കന്മാരുമായിട്ടൊക്കെ പല ഘട്ടത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രം അത്തരം മടയന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടൊക്കെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ എത്രയോ സംഘടനയുടെ സമ്മേളനത്തിൽ അതിനെ എതിർക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നേതാക്കന്മാരെ വിളിച്ച് സെമിനാറിലും സമ്മേളനങ്ങളിലും പങ്കെടുപ്പിക്കുന്നു. പക്ഷേ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ തന്നെ പ്രണബ് കുമാർ മുഖർജി അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരിക്കലും RSSനെ പിന്തുണയ്ക്കുകയോ RSSന് അനുകൂലമായിട്ടൊരു വാചകം പോലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ രാജ്യത്ത് കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മതേതര മൂല്യങ്ങൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് ഇരുന്നത്, അല്ലേ? അദ്ദേഹം ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളിൽ അലങ്കരിച്ചിരുന്നപ്പോഴൊക്കെ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെ ഇരുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തെ RSSകാർ സ്വീകരിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ കൊള്ളാവുന്ന ഒരു ആൾ പോലും RSSൽ ഇല്ലാത്തത് കൊണ്ട് കൊള്ളാവുന്ന ആളുകളെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കടമെടുക്കേണ്ട ഗതികേടാണ് RSSനുള്ളത് എന്ന് മനസ്സിലാക്കണം. ആ സംഘടന രൂപീകരിക്കപ്പെട്ട് ഒരു നൂറ്റാണ്ടായിട്ടും അതിൽ നിന്ന് കൊള്ളാവുന്ന ഈ രാജ്യത്തിന് നന്മയുടെ സംഭാവന ചെയ്ത ഒരാളെ പോലും ഇല്ലാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസ്സുകാരെ തേടി ഇറങ്ങാൻ വേണ്ടി വരുന്നത്. ഏതെങ്കിലും രീതിയിൽ ഒരു സാധ്യതയുള്ള ആളുകളെ തപ്പിയെടുത്ത് ചരിത്രത്തിന്റെ ഭാഗമായിട്ട് അവരുടെ കൂടെ ചേർക്കാൻ പറ്റുമോ എന്ന് അവർ ശ്രമിക്കുന്നത്. ഞാൻ അവിടെ നിർത്തുകയാണ്. അതിനപ്പുറത്ത് കെന്നഡി കരിമ്പിങ്കാല പറഞ്ഞ ഒരു വലിയ പ്രശ്നമുണ്ട്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് സമ്മതിക്കണമെന്ന്. അങ്ങനെയൊന്നും ഇല്ല കരിമ്പിങ്കാല. നമ്മുടെ ഭരണഘടന പറഞ്ഞിരിക്കുന്നത് സോഷ്യലിസ്റ്റ് സെക്യുലർ രാജ്യമെന്നാണ്, റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞത്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണെന്ന് പറഞ്ഞത്, അല്ലേ? നമ്മളൊരു മതേതര ജനാധിപത്യ രാജ്യമാണ്, അതുകൊണ്ട് ഹിന്ദു രാഷ്ട്രമല്ല.
അല്ലേ? പാകിസ്ഥാന്റെ പോലെ മുസ്ലിം രാഷ്ട്രമല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളെ പോലെ മതത്തിൽ അടിസ്ഥിതമായിട്ടുള്ള ഒരു ഭരണഘടനയല്ല ഈ രാജ്യത്തിന്റെ. ആ സാമാന്യ ബോധമെങ്കിലും കെന്നഡി കരിമ്പങ്കാലെ പോലുള്ള ആളുകൾക്ക് ഉണ്ടാവണം. ഈ RSSനെ അല്ലെങ്കിൽ സംഘപരിവാറിനെ വല്ലാതെ അങ്ങ് വെള്ളപൂശാൻ പോകുമ്പോൾ സ്വന്തം സ്വത്വബോധം പോലും, ഈ രാജ്യത്തിന്റെ സ്വത്വബോധം പോലും ഇല്ലാത്ത രീതിയിലുള്ള പ്രസ്താവന നടത്താൻ പാടില്ല. ഒന്ന്. ഇനി രണ്ടാമത്തത്, ഈ ഗോൾവർക്കർ ബ്രിട്ടീഷുകാർ മതം മാറ്റിയ ക്രിസ്ത്യാനികൾ, ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ക്രിസ്ത്യാനികളെയാണ് മോശക്കാരെന്ന് പറഞ്ഞത്, അല്ലാതെ രാജ്യത്തെ ബാക്കി ക്രിസ്ത്യാനികളെ അല്ല എന്നുള്ള രീതിയിലുള്ളൊരു പ്രസ്താവന താങ്കളുടെ ഭാഗത്തു നിന്ന്. അത് ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഗോൾവർക്കറുടെ പ്രത്യയശാസ്ത്രം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എതിരായിരുന്നു. പക്ഷേ ഗോൾവർക്കറുടെ പ്രത്യയശാസ്ത്രം ബ്രിട്ടീഷുകാർക്കും അനുകൂലമായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ അധ്വാനം വിലപ്പെട്ട ജീവിതം ബലി കഴിക്കാതെ നിങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് ഏകീകരണത്തിന് വേണ്ടി ശ്രമിക്കണമെന്നൊക്കെ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നുണ്ട് ഇത്തരം RSSന്റെയും സംഘപരിവാറിന്റെയും നേതാക്കന്മാരൊക്കെ. അപ്പോൾ ആ ചരിത്രം ഒന്നും മറന്നുകൊണ്ട് അഭിപ്രായം പറയാൻ പാടില്ല. കഴിഞ്ഞ ഒറ്റ വർഷം മാത്രം ഈ രാജ്യത്തെ, കേരളത്തിന് പുറത്തുള്ള കാര്യമാണ് പറയുന്നത്, ഏകദേശം 850ഓളം വരുന്ന പള്ളികളും ക്രൈസ്തവ ദേവാലയങ്ങളും ക്രൈസ്തവർ നടത്തുന്ന സ്കൂളുകളും ആശുപത്രികളും അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതരെയും കന്യാസ്ത്രീകളെയും ഒക്കെ ആക്രമിക്കുന്നുണ്ട്. ഇതെല്ലാം ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന അക്രമങ്ങളാണ്. കേരളത്തിന് പുറത്ത് എത്ര സംസ്ഥാനത്ത് കന്യാസ്ത്രീകൾക്ക് അവരുടെ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് കെന്നഡി കരിമ്പങ്കാലയ്ക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എത്ര പുരോഹിതർക്ക് അവരുടെ ലോഹ അണിഞ്ഞുകൊണ്ട് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? താങ്കൾ വല്ലാതെ അങ്ങ് കേരളത്തിന്റെ ഇങ്ങേ അറ്റത്ത് വന്നിരുന്ന് അങ്ങ് ന്യായീകരിക്കുക. എവിടെ ഇരുന്ന് ന്യായീകരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ പച്ചത്തുരുത്തായിട്ടുള്ള കേരളത്തിലിരുന്ന് സംഘപരിവാറിനെ അങ്ങ് ന്യായീകരിക്കാം. അവർ തരുന്ന കേക്ക് നമുക്ക് പങ്കിട്ട് കഴിക്കാം. കെ സുരേന്ദ്രൻ പറഞ്ഞതിനെ ഞങ്ങൾക്ക് അങ്ങ് വിശ്വസിക്കാം എന്ന് പറയാം. പുൽക്കൂട് തകർക്കുമ്പോൾ അല്ലെങ്കിൽ കരോൾ നിരോധിക്കുമ്പോൾ, കരോളിന് തടസ്സം ചെയ്യുമ്പോൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തള്ളി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ആശ്വസിക്കല്ലേ, അവിടെ വരട്ടെ. ഈ പറഞ്ഞ അക്രമങ്ങൾ രാജ്യത്തെമ്പാടും നടക്കുമ്പോൾ ഈ ക്രൈസ്തവർക്കെതിരെ ആസൂത്രിത അക്രമങ്ങൾ നടത്തിയത് മറ്റേതെങ്കിലും മതവിഭാഗത്തിൽ നിന്നല്ല. മുസ്ലിങ്ങൾ ആസൂത്രിതമായിട്ട് അക്രമം നടത്തിയിട്ടില്ല. സിഖുകാർ ക്രൈസ്തവരെ ആസൂത്രിതമായിട്ട് ആക്രമിച്ചിട്ടില്ല. ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ ആസൂത്രിതമായിട്ട് ക്രൈസ്തവ പുരോഹിതരെയും മിഷണറിമാരെയും ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. അത് സ്റ്റാൻസാമിയുടെ കാര്യമായിക്കോട്ടെ, ഗ്രഹാം സ്റ്റെയിൻസിന്റെ കാര്യമായിക്കോട്ടെ, കാൻഡമാനിലെ ആസൂത്രിതമായിട്ടുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങളായിക്കോട്ടെ, എല്ലാത്തിലും സംഘപരിവാർ സംഘടനകളാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും RSSന്റെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ പോഷക സംഘടനകളല്ല എന്ന് പറഞ്ഞ് കൈ കഴുകല്ലേ? ഇതൊക്കെ നടന്നപ്പോ ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി അതിനെ തള്ളിപ്പറഞ്ഞോ? ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് JP നഡ്ഡ അതിനെ തള്ളിപ്പറഞ്ഞോ? അമിത്ഷാ തള്ളിപ്പറഞ്ഞോ? ഏതെങ്കിലും ഒരു RSSന്റെ BJPയുടെ നേതാക്കന്മാർ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അപലപനീയമാണ് എന്നെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ നരേന്ദ്രമോദി വന്നൊരു കേക്ക് തരുന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുക്കുന്നു, അദ്ദേഹം കരോൾ ഗാനം കേട്ട് കൈയടിക്കുന്നു, അതിൽ പുളകം കൊണ്ടുകൊണ്ടിരിക്കുക. കെന്നഡി കരിമ്പിങ്കാലെ പോലുള്ള ആളുകളാണ് കേരളത്തിലെ ക്രൈസ്തവരെ ഒറ്റുകൊടുക്കുന്ന യൂദാസുമാരെന്ന് നമ്മൾ തിരിച്ചറിയണം. താങ്കൾ അറിയാതെങ്കിലും അത് താങ്കൾ ഇത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ പോലുള്ള ആളുകൾ പറയുന്നത് ക്രൈസ്തവ വിരുദ്ധമാണ്. മറ്റുള്ള ആളുകളെ മതത്തിനും ജാതിക്കും അതീതമായിട്ട് സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ സന്ദേശമാണ് നിങ്ങൾ പറയുന്നത്. വിജാതീയരെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ സന്ദേശമാണ് പറയുന്നത്. നിങ്ങൾ ക്രൈസ്തവനാണെന്ന് നിങ്ങൾ എന്ത് ബോധ്യത്തിലാണ് പറയുന്നത്? നിങ്ങൾ മറ്റുള്ളവരെ ദ്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വിശ്വാസം എടുത്ത് ഉപയോഗിക്കുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ, താങ്കൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കോൺഗ്രസിലെ ഏതെങ്കിലും സംഘടനകൾ, പോഷക സംഘടനകൾ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്താൽ കോൺഗ്രസിന് അപ്പാടെ പറയാൻ പറ്റുമോ എന്ന്. കോൺഗ്രസ് അതിനെ തള്ളിപ്പറയും. നിങ്ങൾ അപ്പോൾ RSSനെയും കോൺഗ്രസിനെ ഇക്വേറ്റ് ചെയ്യുന്ന പരിപാടി അവിടെ നിർത്തിക്കോ. കോൺഗ്രസ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ജീവൻ ബലികഴിച്ചവരുടെ പ്രസ്ഥാനം. RSS ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി മുന്നിൽ നിന്ന് നയിച്ച മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് വെടിവെച്ചവരെ പിന്തുണച്ചവരുടെ പ്രസ്ഥാനം. അതിന്റെ പേരിൽ സന്തോഷിച്ച് ആഹ്ലാദം പങ്കിട്ടവരുടെ പ്രസ്ഥാനം. RSS എന്തിന്റെയൊക്കെ പേരിലാണ് നിരോധിക്കപ്പെട്ടത്? മഹാത്മാഗാന്ധിയെ കൊന്നതിന്റെ പേരിൽ, ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന്റെ പേരിൽ, അങ്ങനെ ഇത്തരം രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ പേരിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടനയെ വെള്ള പൂശാൻ വേണ്ടിയിട്ട് താങ്കൾ അങ്ങനെ കുറുക്ക് വഴിയൊന്നും എടുക്കണ്ട. കേരളത്തിലെ ക്രൈസ്തവർ മാത്രം എന്താ പ്രത്യേകതരം ക്രൈസ്തവരാണോ? ആഗോള ക്രൈസ്തവരുടെ ഭാഗമാണ് മാഷേ കേരളത്തിലെ ക്രൈസ്തവരും. കേരളത്തിലെ ക്രൈസ്തവർക്ക് മാത്രമായിട്ട് പ്രത്യേക ഒരു ക്രിസ്തു ഉണ്ടോ? ഇല്ലല്ലോ. കേരളത്തിലെ ക്രൈസ്തവർ പറയുന്ന ക്രിസ്തുവിനെ കുറിച്ചല്ലേ വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവർ പറയുന്നത്. അപ്പോൾ വടക്കേ ഇന്ത്യയിലെ ക്രൈസ്തവർ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരും ആകട്ടെ, അവരുടെ കണ്ണീരിന്, അവരുടെ വിലാപത്തിന് ചെവി കൊടുക്കാൻ നിങ്ങളെ പോലുള്ള ആളുകൾക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത്? ഈ കാസയും അല്ലെങ്കിൽ ഈ ക്രോസ് അല്ലെങ്കിൽ കരിമ്പിങ്കാലെ പോലുള്ള ആളുകൾ ആർക്കാണ് ഒത്താശ പാടുന്നത്? നിങ്ങൾ BJPയെ വിളിച്ച് നിങ്ങൾ വീട്ടിൽ കയറ്റിയിരുത്തുമ്പോൾ അവരെ ഉമ്മറത്ത് കയറ്റാൻ പോലും കൊള്ളാത്തവരാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കില്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ നിരന്തരം വിലപിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ കുറിച്ചിട്ടല്ല, സിഖ് സംഘടനകളെ കുറിച്ചിട്ടല്ല, ബുദ്ധമത വിശ്വാസികളെ കുറിച്ചിട്ടല്ല. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ നിരന്തരം വിലാപങ്ങളിൽ പെട്ടുഴലെന്ന് അവർ കണ്ണീര് വാർക്കുന്നത് ഈ സംഘപരിവാർ സംഘടനകളിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള ആസൂത്രിത അക്രമങ്ങളുടെ പേരില്ല. നിങ്ങൾ ഒരിക്കലെങ്കിലും അതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ന്യായീകരിക്കുക. എന്തിനാ ക്രൈസ്തവ പുരോഹിതരുടെ നേതൃത്വത്തിൽ, മതമേലധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ജന്തർ മന്ദറിൽ എന്തിനാ പ്രതിഷേധ യോഗം നടത്തിയത്? ആസൂത്രിതമായിട്ടുള്ള അക്രമം നടന്നിട്ട് കേന്ദ്ര സർക്കാർ കണ്ണ്
അടച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ? അപ്പൊ നിങ്ങളൊക്കെ പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറയാം, എന്നിട്ട് നിങ്ങൾ ദീപിക പത്രത്തിൽ ലേഖനം എഴുതും, സത്യദീപത്തിൽ ലേഖനം എഴുതും, ക്രൈസ്തവ വിശ്വാസികളോട് കേരളത്തിൽ തിരികത്തിച്ചിട്ട് വഴിനീളം നടന്നോളാൻ പറയും. എന്നിട്ട് നിങ്ങൾ ഒരറ്റത്തോടെ RSSനെ അങ്ങ് പുലുക്കി പിടിക്കും. മണിപ്പൂരിലെ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആസൂത്രിതമായിട്ട് ക്രൈസ്തവരെ കൊന്നുകളയുന്നു, അവിടുത്തെ ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ കൊന്നുകളയുന്നു, അവിടെ ക്രൈസ്തവരെ തെരഞ്ഞുപിടിച്ച് കൊന്നുകളയുന്നു, അവിടെ ഒരു വംശീയ അക്രമം നടക്കുന്നു, ഉന്മൂലനം നടക്കുന്നു. നിങ്ങൾക്ക് ആ വിഷയത്തെ അഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ കേരളത്തിൽ സർവ്വ സൗകര്യങ്ങളോടും കൂടി വിരാജിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ഈ മതേതരത്വത്തിന്റെ സകല കവറേജിന്റെ ഉള്ളിൽ നിന്ന് ഈ എല്ലാ പ്രിവിലേജുകളും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ RSSനെ പുലുകി പിടിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ മതേതരത്വം തകർക്കാൻ വേണ്ടിയിട്ട് ഇന്നോളം പ്രവർത്തിച്ചിട്ടുള്ള RSSനെ പിന്തുണയ്ക്കുന്നത് അല്പം പോലും ക്രൈസ്തവ നിലപാടിന്റെ ഭാഗമല്ല എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഇതൊന്നും ദേശസ്നേഹ പ്രവർത്തനമല്ല. നിങ്ങളെപ്പോലുള്ള ആളുകളെയാണ് ദേശദ്രോഹികൾ എന്ന് പറയുന്നത്. ഈ രാജ്യത്തെ ജനങ്ങളെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ നോക്കുന്ന RSSനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് യഥാർത്ഥ ദേശദ്രോഹികൾ. അല്ലാതെ ഇവിടുത്തെ ക്രൈസ്തവ മതവിശ്വാസികളോ ഇസ്ലാം മതവിശ്വാസികളോ ഹൈന്ദവ മതവിശ്വാസികളോ അല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ശരി, ശ്രീ കെന്നഡി കരിമങ്കാല, അതായത് കേരളത്തിലെ ക്രൈസ്തവർ അവരെ മാത്രമായി RSS പ്രത്യേകമായി സംരക്ഷിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയെ എക്സ്ക്ലൂസീവായി RSS സംരക്ഷിക്കും, ഞങ്ങൾ ഭാരതസഭയാണ്, ഞങ്ങളെ അവർ നോക്കിക്കൊള്ളും എന്ന് കരുതാൻ മാത്രം വിഡ്ഢികളാണോ ക്രൈസ്തവ സമൂഹം? അജിംസ്, ശ്രീ ജിൻഡോ ജോൺ സംസാരിച്ചപ്പം രോമാഞ്ചം കൊണ്ട് അങ്ങ് ഒരക്ഷരം ഇടങ്കോലിടാതെ ഫുൾ സപ്പോർട്ടോടുകൂടി ഇരിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാതിരിക്കാനാവില്ല. ഇത്രയും നീട്ടി ഡയലോഗ് അടിച്ച ശ്രീ ജിൻഡോയും ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടി പറയണ്ടെന്ന് കരുതി മിണ്ടാതിരുന്നതാ. നിങ്ങൾ വായിന്ന് ഒരു വാക്ക് ഞാൻ കേട്ടിട്ടില്ല. യൂത്ത് ലീഗ് മലപ്പുറം കേന്ദ്രമാക്കി ഒരു സംസ്ഥാനം വേണമെന്ന് ഈ നാട്ടിൽ ആവശ്യപ്പെട്ടിട്ട് അവലും മരവും കുന്തിരിക്കോ ഒരു നിമിഷം കെന്നഡി കരിമങ്കാല, ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടപെടുന്നത് എന്താ പറയാ? യൂത്ത് ലീഗ് മലപ്പുറം കേന്ദ്രമാക്കി ഒരു സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. നിങ്ങൾ കള്ളം പറഞ്ഞാൽ ഞാൻ ഇടപെടും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. കള്ളം പറഞ്ഞാൽ ഞാൻ ഇടപെടും. എനിക്ക് തോന്നുന്നു നിങ്ങൾ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ തെളിവ് യൂത്ത് ലീഗ് സംസ്ഥാനം ആവശ്യപ്പെട്ടതിന്റെ കെന്നഡി അത് പറയുന്നത് അവലും വരല്ലെങ്കിൽ കെന്നഡി ഒരു നിമിഷം കെന്നഡി അങ്ങനെ പറഞ്ഞ പോലെ യൂത്ത് ലീഗ് മലപ്പുറം കേന്ദ്രമാക്കി ഒരു സംസ്ഥാനം വേണം എന്ന് ആവശ്യപ്പെട്ടു എന്നുള്ള കെന്നഡിയുടെ വാദത്തിന് തെളിവുണ്ടെന്ന് നമുക്ക് അവലും വരലും ചർച്ച ചെയ്യാം. ആദ്യം അത് പറ. അങ്ങനെ പറഞ്ഞു പോലെ ഈ കെന്നഡി സംസാരിക്കുമ്പോൾ ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പ്രശ്നമുള്ളതുകൊണ്ടാണ്. അതായത് യൂത്ത് ലീഗ് മലപ്പുറം ആസ്ഥാനമാക്കി ഒരു സംസ്ഥാനം ആവശ്യപ്പെട്ടു എന്ന കെന്നഡിയുടെ വാദത്തിന് തെളിവ് നമുക്ക് അവലും വരലും ചർച്ച ചെയ്യാം. ആദ്യം അതിന് തെളിവാ. ഞാൻ തെളിവ് തരാം. അവരും വരലും കേട്ടായിരുന്നോ? അല്ല, ഇത് പറ. നിങ്ങളിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ യൂത്ത് ലീഗ് മലപ്പുറം കേന്ദ്രമാക്കി സംസ്ഥാനം ആവശ്യപ്പെട്ടു. ഇനി അങ്ങനെ ആവശ്യപ്പെട്ടാൽ തന്നെ എന്താണെന്നൊരു ചോദ്യം വേറെയുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ടു എന്നതിന് തെളിവ് പറ. തെളിവല്ലല്ലോ, ഞാൻ കൊണ്ടുവരാം. അടുത്ത ചർച്ചയിൽ ഞാൻ അടുത്ത വീഡിയോന്റെ ചർച്ചയിൽ ഞാൻ തെളിവായിട്ടേ വരുള്ളൂ. സംശയിക്കണ്ട. നെക്സ്റ്റ് എന്താ നിങ്ങളുടെ പ്രശ്നം? നെക്സ്റ്റ് എന്താ പ്രശ്നം? തെളിവില്ല. അടുത്ത പ്രശ്നം അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. സമ്മതിക്കാൻ പറ്റില്ല. ഇത്തരം തോന്നിവാസം പറഞ്ഞിട്ട് നിങ്ങൾ തോന്നിവാസം പറഞ്ഞിട്ട് പിന്നെ തെളിവ് കൊണ്ടുവരാന്ന് തോന്നിവാസം ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പൊ പറയണം. അതിന് തെളിവൊന്നുമില്ല. കെന്നഡി കരിമങ്കാല അടുത്ത ചർച്ച കൊണ്ടുവരാൻ പോകുന്നില്ല. കെന്നഡി നമ്മൾ ഇന്നലെ കാണുന്നതല്ലോ. ജിൻഡോ ഒരു നിമിഷം. കെന്നഡി ഇന്നലെ കാണുന്നതല്ലോ. ഇനി മുനമ്പത്തെ പ്രശ്നം എന്താ? കെന്നഡിയുടെ പ്രശ്നം എന്താണ്? മുനമ്പത്തെ ഒറ്റ കാര്യം മതി. എന്താ കാര്യം നിങ്ങൾ പറ. എന്താ മുനമ്പത്തെ പ്രശ്നം കെന്നഡി കരിമങ്കാലയ്ക്ക്? മുനമ്പം മാത്രം മതി. മുനമ്പത്തെ പ്രശ്നം എന്താണെന്നോ? പറയൂ. ബോർഡിന്റെ ഭൂമിയല്ല. അല്ല, അതുകൊണ്ട് അതിന് നമ്മളെന്ത് വേണം അത് പറയൂ. അത് വഖഫ് ബോർഡിന്റെ ഭൂമിയല്ല എന്നാണ് കെന്നഡിയുടെ വാദം. അതിപ്പോ എന്താ പ്രശ്നം? എന്താ അത് RSSും ക്രൈസ്തവ സമൂഹവും തമ്മിൽ എന്താ ബന്ധം? അത് പറ. കെന്നഡി കെന്നഡി എന്താ പ്രശ്നം? മുനമ്പത്തിന്റെ വിഷയത്തിൽ ജിൻഡോ എന്താ ചെയ്യേണ്ടത്? എന്നോട് ചോദിക്ക്. ഓക്കെ, ഞാൻ കെന്നഡിയോടാ ചോദിക്കുന്നത്. മുനമ്പം വിഷയത്തിൽ ജിൻഡോ എന്താ ചെയ്യേണ്ടത്? ജിൻഡോയും കോൺഗ്രസും എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ ചോദിച്ചതിനൊന്നും ഉത്തരവില്ല. എന്താ ചോദിച്ചേ? എവിടെ എന്താ ചോദിച്ചേ? മുനമ്പത്ത് എന്ത് പ്രശ്നമുണ്ടെന്നാ പറഞ്ഞേ? മുനമ്പത്ത് പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ ഒന്നിച്ചു നിന്ന് പ്രമേയം പാസാക്കിയതിൽ ജിൻഡോയുടെ പാർട്ടിയുണ്ട്. പാവപ്പെട്ടവരെ പറ്റിക്കാൻ അല്ല, ഏത് പ്രമേയം പാസാക്കിയതാണ്? പറഞ്ഞ പോലെ കെന്നഡി കള്ളം പറഞ്ഞാൽ അത് സമ്മതിച്ചു തരാൻ പറ്റില്ല.
ഏത് പ്രമേയത്തിലാണ് കോൺഗ്രസ് ഒപ്പുവെച്ചത് പാവപ്പെട്ട ജനങ്ങൾക്കെതിരെ? വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ BJP ശ്രമിക്കുമ്പോൾ അതിനെതിരെ നീങ്ങുന്ന കോൺഗ്രസ് അല്ല, ഈ വഖഫ് നിയമ ഭേദഗതി മുൻപം പ്രശ്നം തമ്മിൽ എന്താ ബന്ധം കെന്നഡി? നിങ്ങളിങ്ങനെ പച്ചക്കള്ളം വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴിയും പ്രചരിപ്പിച്ചാൽ അത് സത്യമാവില്ല. വഖഫ് നിയമ ഭേദഗതി മുൻപം പ്രശ്നം തമ്മിൽ എന്താ ബന്ധം? എല്ലാ തരത്തിലും സമൂഹദ്രോഹികളാണ് അവർ. അല്ല, ഞാൻ ചോദിക്കട്ടെ, വഖഫ് നിയമ ഭേദഗതിയും മുൻപം പ്രശ്നം തമ്മിലുള്ള ബന്ധം എന്താ? അത് പറഞ്ഞു. നിങ്ങൾ ഈ വാട്സാപ്പിൽ വരുന്ന പ്രചാരണം വായിച്ചിട്ട് സംസാരിക്കല്ലേ? വാട്സാപ്പ് അല്ല, പത്രസമ്മേളനം നടത്തി CBI അല്ല, എന്താ വഖഫ് നിയമ ഭേദഗതി മുനമ്പവും തമ്മിലുള്ള ബന്ധം എന്താന്ന് പറഞ്ഞു? അല്ല, അതൊന്ന് പറ. വഖഫ് നിയമ ഭേദഗതി മുനമ്പവും തമ്മിലുള്ള ബന്ധം എന്താണ്? കെന്നഡി അത് വിശദീകരിക്കുക. കെന്നഡി ഇങ്ങനെ പറഞ്ഞു പോലെ വഖഫ് നിയമ ഭേദഗതി മുനമ്പം വിഷയം തമ്മിലുള്ള ബന്ധം എന്താ? ബോർഡിന്റെ ഭൂമിയല്ല അത് നിങ്ങളുടെ വാദം. ഓക്കെ, ഈ വഖഫ് നിയമ ഭേദഗതി മുനമ്പം വിഷയം തമ്മിലുള്ള ബന്ധം എന്താണ്? എന്ത് ബന്ധമാണ് അത് രണ്ടും തമ്മിലുള്ളത്? വഖഫ് നിയമ ഭേദഗതി മുനമ്പം പ്രശ്നം തമ്മിലുള്ള ബന്ധം എന്താണ് കെന്നഡി? അത് പറഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിൽ പോലും തെളിവ് ഹാജരാക്കാനോ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനോ കഴിയാതെ നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കെന്നഡി. പത്രസമ്മേളനം നടത്തിയതാണ് ഞാൻ. എന്ത് പത്രസമ്മേളനം? നിങ്ങൾ പറയുന്ന ഒരു ആരോപണത്തിന് നിങ്ങൾക്ക് തെളിവില്ല. നിങ്ങൾ പറയുന്ന ഒരു കള്ളവും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ വീണ്ടും തുടർച്ചയായി കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതിയും തമ്മിലുള്ള ബന്ധം? വിവരാവകാശ രേഖ പുറത്തുവിട്ടു. വിവരാവകാശം വഖഫ് ബോർഡിന്റെ വിവരാവകാശ രേഖ അതുപോലെ അജിംസ് കുറച്ചുകൂടി ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾ വിവരാവകാശം പത്രസമ്മേളനം എന്ന് പറയുന്നു, വഖഫ് നിയമ ഭേദഗതിയും മുനമ്പം വിഷയവും തമ്മിലുള്ള ബന്ധം എന്താണ് കെന്നഡി? അത് പറയൂ. വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ മാത്രമേ മുനമ്പത്തെ ആളുകൾ രക്ഷപ്പെടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥ മുസ്ലിം ലീഗിനെ എതിർക്കാൻ കോൺഗ്രസിന് നട്ടല്ലില്ല. മുസ്ലിം ലീഗ് മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടെന്താണ്? KPCC അധ്യക്ഷന്റെ നിലപാടെന്താണ്? എന്തിനാണ് ഈ കള്ളം പറയുന്നത്? അത് വഖഫ് ബോർഡിന്റെ ആണെന്നാണ്. അല്ല, വഖഫ് ബോർഡിന്റെ ആണോ അല്ലെ കോടതി തീരുമാനിക്കട്ടെ. അത് വഖഫ് നിയമ ഭേദഗതിയും മുനമ്പം വിഷയം തമ്മിലുള്ള ബന്ധം എന്താണ്? ആ പാവപ്പെട്ട ആളുകളെ കുടിയിറക്കുന്നു. അവർക്ക് കരമടയ്ക്കാൻ വയ്യ. ഒരു ദിവസം ആരാണ് കുടിയിറക്കിയത്? ആരാണ് അവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? അതൊരു സിവിൽ ഡിസ്പ്യൂട്ട് ആണ്. സിവിൽ ഡിസ്പ്യൂട്ട് കോടതി അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് ഇവിടെ പബ്ലിക്കിന്റെ മുമ്പിലുണ്ട്. അവരെ കുടിയിറക്കരുത് എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അവരെ കുടിയിറക്കരുതെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അവരെ കുടിയിറക്കരുതെന്നാണ് CPM-ന്റെ നിലപാട്. മുസ്ലിം സംഘടനകളുടെ നിലപാട് അങ്ങനെയാണ്. അവരെ കുടിയിറക്കരുതെന്നാണ്. നിങ്ങൾ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കള്ളം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നോട് സംസാരിച്ച ഈ 4 മിനിറ്റിൽ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. പറഞ്ഞ ഒരു കാര്യത്തിൽ നിങ്ങൾ തെളിവ് ഹാജരാക്കാൻ കഴിയുന്നില്ല. എന്താ കരം മേടിക്കാത്തെ? അജിംസ് ഉത്തരം പറയൂ. എന്താ കരം മേടിക്കാത്തെ? അതാണ് പറഞ്ഞത്. സിവിൽ ഡിസ്പ്യൂട്ട് ആണ്. സിവിൽ ഡിസ്പ്യൂട്ടിൽ കരമടക്കരുതെന്ന് കോടതി പറഞ്ഞത് കോടതിയെ ബാൻ ചെയ്യാൻ പറ്റുമോ കെന്നഡി? കോടതി ഒരു കാര്യം പറയാം, കരം വാങ്ങരുത് കോടതി പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല, ഞങ്ങൾ വാങ്ങിക്കുമെന്ന് സർക്കാർ പറയാൻ പറ്റുമോ കെന്നഡി? എന്താണ് സിവിൽ ഡിസ്പ്യൂട്ട്? ആ സിവിൽ ഡിസ്പ്യൂട്ടാണ് കോടതി തീർപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കള്ളം പറയാതെ ഈ കള്ളം നിങ്ങൾ കഴിഞ്ഞ 1 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ കള്ളം ഇവിടെ ആവർത്തിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിവ് പറയണം. അതാണ് മുസ്ലിം ലീഗിന്റെ കള്ളം. മുസ്ലിം ലീഗ് എന്ത് കള്ളത്തരം കാണിച്ചത്? നിങ്ങൾ പറ, മുസ്ലിം ലീഗും കോൺഗ്രസും CPM എന്ത് കള്ളമാണ് കാണിച്ചത്? അതിനകത്ത് വ്യക്തമായി വഖഫ് ബോർഡ് പറയുന്നു വഖഫിന് ഭൂമിയില്ല. പക്ഷെ ഈ നാട്ടിലെ സമുദായ നേതൃത്വം മൊത്തം പറയുന്നു അത് വഖഫിന്റെ ആണെന്ന്. ഏത് സമുദായ നേതൃത്വമാണ് അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞത്? ഭയം. അവരെ കുടിയിറക്കണമെന്ന് പറഞ്ഞത് ആരാണ്? അജിംസ് ഒരു മാധ്യമ പ്രവർത്തകനല്ലേ? അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ നാട്ടിലെ എത്ര മുസ്ലിം ലീഗിന്റെ എത്ര നേതാക്കൾ പറഞ്ഞു? ഒരാളുടെ പേര് നടത്തിയല്ലോ. ഒരാളുടെ പേര് പറ. പാണക്കാട് നേതാക്കൾ വന്ന് മുനമ്പത്ത് ഒരു മാധ്യമ പ്രവർത്തനം ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? കെന്നഡി പറയുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഒരാളുടെ പേര് പറ. മുനമ്പത്തെ വഖഫ് ഭൂമിയാണെന്നും അവിടെ താമസിക്കുന്നവരെ ഇറക്കി വിടണമെന്ന് പറഞ്ഞ ഒരു സമുദായ നേതാവിന്റെ പേര് പറ. ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പേര് പറ. ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പേര് അവരെ ഇറക്കി വിടണം എന്ന് പറഞ്ഞ ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പേര് അടക്കം E.T. മുഹമ്മദ് ബഷീർ അടക്കം എന്നെ കൊണ്ട് പറയിക്കും. അജിംസെ കള്ളം പറഞ്ഞ് കെന്നഡിയുടെ മുന്നിൽ നേടില്ല. അജിംസ് സത്യം പറഞ്ഞു. കളവ് പറഞ്ഞാൽ ഞാൻ E.T. മുഹമ്മദ് ബഷീർ, KM ഷാജി ഇവർ പരസ്യമായി പത്രസമ്മേളനത്തിൽ പറഞ്ഞു അത് മുനമ്പത്ത് വഖഫ് ഭൂമിയാണെന്ന്. സംശയമുണ്ടോ? നിങ്ങളുടെ ഫയൽ എടുത്ത് നോക്ക്. ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് ഇറക്കി വിടണമെന്ന് ഒരു സമുദായ നേതാവ് ഒരു രാഷ്ട്രീയ പാർട്ടി പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. ശ്രീ AJ ഫിലിപ്പ്, ഇത്ര വൈകാരികമായി കെന്നഡിയെ പോലുള്ളവർ ഈ RSSനും BJPക്കും വേണ്ടി വാദിക്കുന്നതുകൊണ്ടാകും അങ്ങനെ ഒരു സപ്പോർട്ട് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന്
BJPക്കും അത് സ്വപ്നം കണ്ടാൽ മതി ഇറക്കി വിടുന്നത്. എന്ന് കെന്നഡിയെ പോലെ കാസയെ പോലുള്ള സംഘടനകൾ വിചാരിക്കുന്നുണ്ടോ? അത് ശരിയാണോ? BJPയുടെ പിന്തുണയോടെ ഞങ്ങൾ ശ്രീ അജയ് അതിനെ ഫിലിപ്പ്. നേരിടും. BJPയുടെ പിന്തുണയോടെ ഞങ്ങൾ അതിനെ നേരിടും. ശ്രീ അജയ് ഫിലിപ്പ്, കേൾക്കത്തില്ല. പറഞ്ഞോളൂ. അതായത് ഈ BJPക്കും കേൾക്കാം. RSSനും വേണ്ടി കെന്നഡിയെ പോലുള്ളവർ, കാസയെ പോലുള്ളവർ ഇത്ര വൈകാരികമായി വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രൈസ്തവരിൽ നിന്ന് അങ്ങനെ ഒരു പിന്തുണ അവർക്ക് കിട്ടും, ഇങ്ങനെയുള്ള ഈ ഭാഗവതിനെ പോലുള്ളവരുടെ ഈ പ്രസ്താവനയ്ക്ക് ശേഷവും എന്നിവർ കരുതുന്നുണ്ടാവുമോ? അത് സമുദായത്തിലുള്ള ചിലരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുമായിരിക്കുമ്പോൾ അത് നമ്മുടെ വിഷയമല്ല. ഇപ്പോഴത്തെ വിഷയമെന്ന് പറയുന്നത് ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം ആ പ്രസംഗത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയുകയുണ്ടായി. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ശരിയായി കിട്ടിയത് 1947 അല്ല, 2014 നരേന്ദ്രമോദി വന്നപ്പോഴും അല്ല. അത് അദ്ദേഹം അങ്ങനെ അടുത്ത് പറഞ്ഞില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞത് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ, അതായത് ക്ഷേത്രത്തിന് പ്രാണപ്രതിഷ്ഠ ദിവസം, ആ ദിവസത്തിനെയാണ് സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇനിയും ആഘോഷിക്കേണ്ടത് എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നടത്തുകയുണ്ടായി. അത് വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ അതുപോലെ തന്നെ ശ്രീ കെന്നഡി ആണെന്ന് തോന്നുന്നു ഇവിടെ പറയുകയുണ്ടായി. അതായത് ഗുരുജി ഗോൾവാൾക്കർ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകം എഴുതിയത് ബ്രിട്ടീഷുകാരുടെ സമയത്താണ്. ബ്രിട്ടീഷുകാരുടെ സമയത്തൊന്നുമല്ല അദ്ദേഹം പുസ്തകം എഴുതിയത്, ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം എഴുതിയ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങൾ ബി ദ നേഷൻ ഡിഫൈൻഡ് ആൻഡ് ബഞ്ച് ഓഫ് തോട്ട്സ്, രണ്ടും ഞാൻ ശരിയായിട്ട് വായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് ആ അടിസ്ഥാനത്തിൽ പറയാം. പുസ്തകത്തിൽ വളരെ ക്ലിയറായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്റേണൽ എനിമീസാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് തന്നെയല്ല, ഇന്ന് വരെ പാർട്ടിയോ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാക്കളോ ഇതിനെ ഖണ്ഡിച്ച് ഇന്ന് വരെ സംസാരിച്ചിട്ടുമില്ല. അതിൻ്റെ അർത്ഥം ഇതാണ് BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ നിലപാട് എന്ന് വ്യക്തമാണ്. മറ്റൊന്ന് ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു മഹാകുംഭമേള നടക്കുകയാണ്. കുംഭമേള നടക്കുമ്പോൾ കുംഭമേളയിൽ ഒരു മുസ്ലിമിനോ ഒരു ക്രിസ്ത്യാനിക്കോ അവിടെ ഒരു തട്ടുകട പോലെ നടത്താൻ പറ്റത്തില്ല. ഒരു 10 ബിസ്ലേരി ബോട്ടിൽ വെച്ച് വിൽക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണ്? അവർ സനാതനികളല്ല. സനാതനി എന്ന ഡെഫിനിഷൻ ആരാണ്? ഹിന്ദുക്കൾ, സിഖുകൾ, ജൈനന്മാർ. അല്ലാത്തവരെല്ലാവർക്കും അവിടെ പ്രവേശനമേ ഇല്ല. ഇത് ഇന്ത്യയുടെ ഏത് ഭരണഘടനയാണ് അനുവദിച്ചിട്ടുള്ളത്? ഈ രാജ്യത്ത് ഏത് സ്ഥലത്തും കച്ചവടം ചെയ്യാനും ജീവിക്കാനും തൊഴിൽ ചെയ്യാനും ഈ രാജ്യത്തെ ഭരണഘടന അനുവദിക്കുന്നുണ്ട്. പക്ഷെ നിറികൾ ഇപ്പോൾ നടക്കുന്ന ഈ മഹാകുംഭമേള സ്ഥലത്ത് ഒരു മുസ്ലിങ്ങളിനോ ഒരു ക്രിസ്ത്യാനിക്കോ അവിടെ ഒരു കച്ചവടം നടത്താൻ പറ്റത്തില്ല. അവർ നടത്തിയാൽ അവരെ അന്നേരമേ അടിച്ച് പുറത്താക്കും. എന്ന് തന്നെയല്ല, അവിടെ സ്വാമിമാരും പോലീസുകാരും കൂടെ ചെന്ന് ഓരോരുത്തരുടെയും ഓരോ കച്ചവടക്കാരുടെയും ആധാർ കാർഡ് നോക്കി പരിശോധിക്കുകയും ആർക്കെങ്കിലും ആധാർ കാർഡ് ഇല്ലാതെ വരികയോ അല്ലെങ്കിൽ സംശയം തോന്നിയാൽ അവരെ ആ മൈതാനത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. അപ്പോൾ ഇത് അത് അവിടെ ഓഫ് കോഴ്സ് ഈ സ്ഥലത്ത് കുംഭമേള നടക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നില്ല അധികം ക്രിസ്ത്യാനി കച്ചവടക്കാരൊന്നും കാണത്തില്ല. പക്ഷേ മുസ്ലിം കച്ചവടക്കാരുണ്ടായിരുന്നു, അവരെല്ലാം പുറത്താക്കി. ഇതെന്ത് ഭരണഘടനയാണ്, ഇതെന്ത് നീതിയാണ് എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതാണ്. അതിലേക്ക് ആരാ സപ്പോർട്ട് ചെയ്യുന്നത്? ഈ രാജ്യം ഭരിക്കുന്ന ആൾക്കാരാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഏറ്റവും അവസാനത്തെ മൻ കി ബാത്ത് എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ മഹാകുംഭമേള നമ്മുടെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റിയെ കാണിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്കും വളരെ സന്തോഷം തോന്നി. അത് സാധാരണ നെഹ്റു ആദ്യമായിട്ട് പറഞ്ഞ ഒരു കൊട്ടേഷനാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ആദ്യമായിട്ടാണ് ശ്രീ നെഹ്റുവിനെ പേര് പറയാതെയാണെങ്കിലും അദ്ദേഹത്തെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്. പക്ഷേ ഇതെന്ത് യൂണിറ്റിയാണ് കാണിക്കുന്നത്? ഇവിടെ ഈ രാജ്യത്ത് കുംഭമേള നടക്കുന്നത് ഇപ്പോഴൊന്നുമല്ല, എത്രയോ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, 1000 വർഷമായിട്ട് ഈ മേള നടക്കാറുണ്ട്. ഈ കുംഭമേളയിലൊന്നും എല്ലാവർക്കും പങ്കെടുക്കാൻ വ്യത്യസ്ത വിഭാഗങ്ങൾ ഈ ഒരു ഭീഷണി, നമ്മുടെ ജനാധിപത്യം നേരിടുന്ന, ഭരണഘടന നേരിടുന്ന ഒരു ഭീഷണി എത്ര അളവിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ആ ഭീഷണിയെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴി. വളരെ നന്ദി.